ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. സ്ക്രീന് കാണുന്നില്ലേ? യെസ് മാം. സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നമുക്ക് തുടങ്ങിയാലോ? യെസ്. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിങ്ഡം ഫംഗൈ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോട്ടിസ്റ്റ ആൻഡ് മൊനീറ ആണ് നമ്മൾ പഠിച്ചത്. അപ്പം ആ ചാപ്റ്ററിൽ ബാക്കിയുള്ള പോർഷനിൽ വരുന്നതാണ് ഫംഗൈ അല്ലെങ്കിൽ കിങ്ഡം ഫഞ്ചൈ ഓർ ഫംഗസ്. ഫസ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫഞ്ചൈ. ഫംഗൈ എന്ന് പറഞ്ഞാല് ഫംഗസിന്റെ പ്ലൂരൽ ഫോം ആണ്. ഫംഗൈ ഇസ് ദ പ്ലൂരൽ ഫോം ഓഫ് ഫംഗസ്. ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിസം ബിലോങ് ടു ദ കിങ്ഡം ഫംഗൈ. ഈ കിങ്ഡം ഫംഗൈയിൽ ബിലോങ് ചെയ്തിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഫംഗസ്. വോയിസ് ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ. അപ്പോൾ ഫംഗസ് ആർ ദി ഓർഗാനിസംസ് ബിലോങ് ടു ദ കിങ്ഡം ഫഞ്ചൈ. They are the heterotrophic unicellular or multicellular eukaryotes. ഹെട്രോട്രോപ്പിക് എന്ന് പറഞ്ഞാല്, ഹെട്രോ എന്ന് പറഞ്ഞാല് അതർ എന്നാണ് മീനിങ്. അപ്പം ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻസ് ആണ് കിങ്ഡം ഫഞ്ചൈയിൽ കാണുന്നത്. ഹെട്രോട്രോപ്പിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാല് വേറെ ഓർഗാനിസത്തിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ന്യൂട്രിയൻസ് എടുത്ത് ജീവിക്കുന്നവരാണ് ഹെട്രോട്രോപ്പിക്. ദേ ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം അതർ ഓർഗാനിസം വിച്ച് മേ ബി ഡെഡ് ഓർ ലിവിങ്. അപ്പം വേറെ ഓർഗാനിസത്തിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് ജീവിക്കുന്നവരാണ് ഹെട്രോട്രോപ്പിക് ഓർഗാനിസംസ്. അപ്പൊ ഫംഗൈ ഹെട്രോട്രോപ്പിക് ആണ്. ദേ ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം അതർ ഓർഗാനിസം ദാറ്റ് മേ ബി ഡെഡ് ഓർ ലിവിങ്. അതാണ് ഹെട്രോട്രോപ്പിക്. അപ്പം ഫംഗൈ ഹെട്രോട്രോപ്പിക് ആണ്. ആൻഡ് ദേ ആർ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ യുക്കാരിയോട്സ്. യുക്കാരിയോട്സ് എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവൺ റിമെമ്പറിംഗ് ദാറ്റ്? പ്രൊക്കാരിയോട്സ്, യുക്കാരിയോട്സ് ഒക്കെ മൊനീറ പ്രോട്ടിസ്റ്റ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? മൊനീറ പ്രൊക്കാരിയോട്സ് ആണ്. എന്തുകൊണ്ടാണ് പ്രൊക്കാരിയോട്സ് എന്ന് വിളിക്കുന്നത്, എന്താണ് യുക്കാരിയോട്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയൂ. മറന്നോ? പ്രൊക്കാരിയോട്സ് എന്താ ഓർമ്മ ഉണ്ടോ? കിങ്ഡം മൊനീറ ബിലോങ്സ് ടു പ്രൊക്കാരിയോട്സ് നമ്മൾ പറഞ്ഞില്ലേ? ആർക്കും ഓർമ്മയില്ല? ആരേലും പറയൂ. സംഗീത, സംഗീത പറയൂ. എന്തായിരുന്നു പ്രൊക്കാരിയോട്സ്? ഓർമ്മയില്ല. ഓക്കെ, എന്നാ ഞാൻ പറഞ്ഞുതരാം. പ്രൊക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ മൊണീറ ആയിരുന്നു പ്രൊക്കാരിയോട്സ്. പ്രൊക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവില്ല. ന്യൂക്ലിയസ് വെൽ ഡിഫൈൻഡ് ആവില്ല. സൈറ്റോപ്ലാസ്റ്റിൽ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കാവും. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവില്ല. അതാണ് പ്രൊക്കാരിയോട്സ്. ബട്ട് ഇൻ യുക്കാരിയോട്സ് ദേ ഹാവ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ആ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ അകത്തായിരിക്കും ന്യൂക്ലിയസ് ഉണ്ടാവുക. ന്യൂക്ലിയസ് ഇസ് വിത്തിൻ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അതാണ് യുക്കാരിയോട്സ്. അതാണ് യുക്കാരിയോട്സും പ്രൊക്കാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ്. പ്രൊക്കാരിയോട്സിൽ ന്യൂക്ലിയസിന്
ന്യൂക്ലിയസിന് എന്തുണ്ടാവില്ല, അതിനൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ കാണൂല. സൈറ്റോപ്ലാസ്റ്റിൽ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്തിട്ടാവും ന്യൂക്ലിയസ് ഉണ്ടാവുക. പക്ഷേ യൂക്കാരിയോട്സിൽ എങ്ങനെയായിരിക്കും? ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ആ ന്യൂക്ലിയർ മെംബ്രെയിന്റെ അകത്തായിരിക്കും ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുക. അതാണ് യൂക്കാരിയോട്സ്. ഇനി മറക്കരുത് കേട്ടോ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. അപ്പം ഫംഗൈ അല്ലെങ്കിൽ ഫഞ്ചൈ എന്താണ്? ഈ ഫംഗൈ എന്ന് പ്രൊണൗൺസ് ചെയ്യാം, ഫഞ്ചൈ എന്ന് പ്രൊണൗൺസ് ചെയ്യാം കേട്ടോ. രണ്ടും കറക്റ്റ് തന്നെയാണ്. നിങ്ങൾക്കത് രണ്ടും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് മാറി മാറി പറയണമെന്ന് വിചാരിക്കണ്ട. രണ്ട് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണ്. ഫംഗൈ എന്ന് പറയാം അല്ലെങ്കിൽ ഫഞ്ചൈ. അപ്പം ഫഞ്ചൈ ഹെട്രോട്രോഫിക് ആണ് ആൻഡ് യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് എ യൂക്കാരിയോട്സ് ആണ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ, അതിനകത്തായിരിക്കും ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുക. അതാണ് യൂക്കാരിയോട്സ്. പിന്നെ ദേ എക്സിസ്റ്റ് ആസ് എ സ്ലെൻഡർ ത്രെഡ് ലൈക്ക് ഫിലമെന്റ്സ് കോൾഡ് ഹൈഫേ. ഇങ്ങനെ ഈ പിക്ചറിൽ കാണുന്നില്ലേ, ഒരു ഫിലമെന്റ്സ് ത്രെഡ് ലൈക്ക്, നൂല് പോലത്തെ ത്രെഡ് ലൈക്ക് ഫിലമെന്റ്സ് ആയിരിക്കും ഫംഗസിന് ഉണ്ടാവുക. ആ ത്രെഡ് ലൈക്ക് ഫിലമെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഹൈഫേ. ഹൈഫേ എന്നാണ് ആ ത്രെഡ് ലൈക്ക് ഫിലമെന്റ്സിനെ പറയാം. ആൻഡ് ഹിയർ ഇസ് ദ ബേസിക് ഫംഗൽ സെല്ലാണിത്. സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. സെൽ മെംബ്രെയിന് ചുറ്റും എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. സെൽ വാൾ ഈസ് മേഡപ്പ് ഓഫ് കൈറ്റിൻ ആണ്. പ്ലാന്റിന്റെ ഒക്കെ സെൽ വാൾ വിച്ച് ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആണ്. അതുപോലെ ഫംഗൈക്ക് എന്തുണ്ട്? സെൽ വാൾ ഉണ്ട് വിച്ച് ഈസ് മേഡപ്പ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് ആസ് കൈറ്റിൻ എന്നാണ് അതിന് പറയാം. ആൻഡ് റൈബോസോംസ് ഒക്കെ കാണാം. ന്യൂക്ലിയസ് ഉണ്ട്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ്, അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ സൈറ്റോപ്ലാസം, മൈറ്റോകോൺഡ്രിയോൺ ഇതൊക്കെ ഉണ്ട്. ഇതൊരു ബേസിക് ഫംഗൽ സെല്ലാണ്. നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞ ദ സെൽ വാൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. ഹൈഫ മേ ബി ഡിവൈഡഡ് ഇൻ ടു സെൽസ് ബൈ പാർട്ടീഷൻ കോൾഡ് സെപ്റ്റ. ഈ പിക്ചറിൽ കാണില്ലേ, ഈ സ്ലെൻഡർ ത്രെഡ് ലൈക്ക് ഫിലമെന്റ്സ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഫ എന്ന് പറഞ്ഞു. അതിന് ചിലപ്പം പാർട്ടീഷൻസ് ഉണ്ടാവാം. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇത് അസെപ്റ്റേറ്റ് ആണ്, അസെപ്റ്റേറ്റ് ഹൈഫ ആണ്. ഈ പിക്ചറിൽ കാണില്ലേ, ഇത് സെപ്പറേറ്റഡ് ആണ്, പാർട്ടീഷൻസ് ഉണ്ട്, അതാണ് സെപ്റ്റേറ്റ് ഹൈഫ. അപ്പം അങ്ങനെ പാർട്ടീഷൻ ഉള്ളതിനെ സെപ്റ്റേറ്റ് ഹൈഫ എന്ന് വിളിക്കും. പാർട്ടീഷൻ ഇല്ലാത്തത് എന്താണ്? അസെപ്റ്റേറ്റ് ഹൈഫ ആണ്. പിന്നെ സെപ്റ്റ ഹാവ് പോസ് ത്രൂ വിച്ച് സൈറ്റോപ്ലാസം സ്ട്രീംസ് ഫ്രീലി. സെപ്റ്റയ്ക്ക് എന്തുണ്ടാവും? ചെറിയ ചെറിയ പോസ് ഉണ്ടാവും, അതിലൂടെ ഈ സൈറ്റോപ്ലാസംസ് ഫ്രീലി സ്ട്രീം ചെയ്യും. സെപ്റ്റയ്ക്ക് സ്മോൾ പോസ് ഉണ്ടാവും. നമ്മള് ഈ ഫംഗസിനൊക്കെ എവിടെ കാണുന്നത്? ഹ്യൂമിഡ് വാം പ്ലേസസിലൊക്കെയാണ്. നമ്മള് ബ്രെഡ് സ്ലൈസില്, നമ്മളെ ഫുഡ് ഐറ്റംസില്, ഡ്രസ്സില് ഒക്കെ കാണും അല്ലെ. ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് നമ്മളെ ഡ്രസ്സിലൊക്കെ നല്ലോണം കാണും. നമ്മളെ ബ്ലാക്ക് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയാൽ നല്ലോണം ഈ ഫംഗസിനെ കാണാൻ പറ്റും. അപ്പം ഹ്യൂമിഡ് ഡേയ്സിലാണ് അധികവും ഈ ഫംഗസിനെ കാണുന്നത് അല്ലേ. അപ്പം ഒരു പൗഡറി ലെയർ ആയിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുക. നമ്മളെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയാലും ബ്രെഡ് സ്ലൈസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കുറച്ച് ദിവസം പുറത്തൊക്കെ വെച്ചാല് പെട്ടെന്ന് പൂപ്പല് വരും ബ്രെഡ്സിലൊക്കെ. അപ്പം അതിനൊരു ഹ്യൂമിഡ് കണ്ടീഷനിലാണ് അധികവും ഫംഗസിനെ കാണുക. പിന്നെ ഫംഗസ് ആദ്യം ക്ലാസിഫൈ ചെയ്തിരുന്നത് പ്ലാന്റ്സ് ആയിട്ടായിരുന്നു. പ്ലാന്റ്സ് വിത്തൗട്ട് ക്ലോറോഫിൽ ആണ്. ഫസ്റ്റില് അങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്ലാന്റ്സ് വിത്തൗട്ട് ക്ലോറോഫിൽ എന്നാണ് ആദ്യം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ബട്ട് നൗ ദേ ആർ ക്ലാസിഫൈഡ് അണ്ടർ ദി കിങ്ഡം ഫംഗൈ അല്ലെങ്കിൽ ഫഞ്ചൈ. They are now included in a separate kingdom called fungi. Hyphae may be divided into cells by partition called septa. പിന്നെ സെപ്റ്റയ്ക്ക് എന്തുണ്ട്? പോസ് ഉണ്ട്, ത്രൂ വിച്ച് സൈറ്റോപ്ലാസം streams freely. A group of hyphae forming a network is called mycelium. അതായത് ഈ ഹൈഫന്റെ ഈ പിക്ചറിൽ കാണുന്നില്ലേ, ഹൈഫന്റെ ഒരു ഇതൊറ്റ സ്ലെൻഡർ ആ ഫിലമെന്റിനെ പറയുന്ന പേരാണ് ഹൈഫെ. ബട്ട് അതിന്റെ ഗ്രൂപ്പ് ആൻഡ് നെറ്റ്വർക്ക് ആ മൊത്തം ഫുൾ സ്ട്രക്ചറിനെയാണ് മൈസീലിയം
എന്ന് വിളിക്കുന്നത്? ഹൈഫെ സ്ലെൻഡർ ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചർ ഹൈഫെ ആണ്. ആ ടോട്ടൽ നെറ്റ്വർക്ക് സ്ട്രക്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? മൈസീലിയം. Mycelia spread out on the substrate or on the ground and even extend up to several kilometers. ഈ മൈസീലിയ ആണ് അത് ഏത് സബ്സ്ട്രേറ്റിനാണോ അറ്റാച്ച് ചെയ്ത് കാണുന്നത് ആ സബ്സ്ട്രേറ്റിൽ ഇറങ്ങി ചെല്ലുന്നത് ആരാണ്? ഈ മൈസീലിയ ആണ്. ആൻഡ് കുറെ കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കഴിവ് ഈ മൈസീലിയൊക്കെ ഉണ്ട്. അത് എന്താണ്? കുറെ they can extend up to several kilometers. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്? ഫംഗൈ എന്താണ്? യൂക്കാരിയോട്ടിക് ആണ്. ആരാണ്? ചാപ്റ്റർ ഏതാണെന്നോ? സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇപ്പൊ എടുക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ നമ്മള് കിങ്ഡംസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പ്രോട്ടിസ്റ്റ മൊണീറിന്റെ ഒക്കെ ബാക്കിയാണ്. അതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വരുന്നതാണ് ഈ കിങ്ഡം ഫംഗസ്. ആ ചാപ്റ്ററിൽ തന്നെ ഉള്ളതാണ്. അപ്പം അതാണ് നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് കിങ്ഡം ഫംഗൈ. അതാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫംഗൈ എന്താണ്? യൂക്കാരിയോട്ടിക് ആണ്. യൂക്കാരിയോട്ടിക് പറഞ്ഞാൽ എന്താണ്? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും. അതിനകത്തായിരിക്കും എന്ത് കാണാം? ന്യൂക്ലിയസ് കാണാം. പിന്നെ ദേ ക്യാൻ ബി യൂണിസെല്ലുലാർ ആകാം, മൾട്ടി സെല്ലുലാർ ആകാം. പിന്നെന്താണ്? ഹെട്രോട്രോഫിക് ആണ്. ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഫംഗസിൽ കാണുന്നത്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാല് ദേ ആർ ദി ഓർഗാനിസം വിച്ച് ഫീഡിങ് ഓൺ അതർ ഓർഗാനിസം വിച്ച് മേ ബി ഡെഡ് ഓർ ലിവിങ്. അതാണ് ഹെട്രോട്രോഫിക്. അപ്പം ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. പിന്നെ ഹാവിങ് ഫിലമെന്റ് ഹൈഫെ ഉണ്ട്. ദേ ഫോം എ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ നോൺ ആസ് മൈസീലിയം. പിന്നെ എന്താണ്? സോയിലിൽ വളരും, വുഡില്, പിന്നെ അതർ സബ്സ്ട്രേറ്റ്സിലൊക്കെ വളരാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഫംഗസിനുണ്ട്. ഇതാണ് ഫംഗസിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ they do not possess chlorophyll. Chlorophyll ഇല്ല as their nutrition is by absorption or feeding on dead organic matter ആണ്. പ്ലാന്റ്സിലൊക്കെ കാണുന്ന പോലെ ക്ലോറോഫിൽ പ്രസന്റ് അല്ല. ക്ലോറോഫിൽ ഇല്ലെങ്കിൽ എന്താ? ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ കഴിയുള്ളൂ. പ്ലാന്റ്സിന് ക്ലോറോഫിൽ ഉള്ളതുകൊണ്ടാണ് ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ദേ ആർ പ്രിപ്പയറിംഗ് ദെയർ ഓൺ ഫുഡ്. പക്ഷെ ഫംഗസ് ഡു നോട്ട് പോസസ് ക്ലോറോഫിൽ as their nutrition is by absorption or feeding on dead organic matter. ഡെഡ് ഓർഗാനിക് മാറ്റർ എന്നൊക്കെ ഫീഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ടോ ഒക്കെയാണ് their nutrition. നെക്സ്റ്റ്, അക്വാറ്റിക് ഫംഗൈ ഹാവ് ഫ്ലജെല്ലേറ്റ് ഗാമേറ്റ്സ് ഓർ ഫ്ലജെല്ലേറ്റ് സ്പോർസ്. അക്വാറ്റിക് ആണെങ്കിൽ വെള്ളത്തിലുള്ള ഫംഗസ് ആണെങ്കിൽ എന്തുണ്ടാവും? ഫ്ലജെല്ലേറ്റ് ഗാമേറ്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്ലജെല്ലേറ്റ് സ്പോർസ് ആയിരിക്കും. ഫ്ലജെല്ല പ്രസന്റ് ആയിരിക്കും അക്വാറ്റിക് ഫംഗൈയില്. അപ്പം അക്വാറ്റിക് ഫംഗൈയിൽ പ്രസന്റ് ആവാൻ കാരണം എന്താ? അക്വാറ്റിക് ഫംഗൈയില് വെള്ളത്തിൽ അവരെ ഫ്ലജെല്ല എന്ന മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. അപ്പം അതിനാണ് അക്വാറ്റിക് ഫംഗൈയിൽ ഫ്ലജെല്ല കാണുന്നത്. ഫ്ലജെല്ല എന്താണ്? അതിന്റെ സ്ട്രക്ചർ ഒക്കെ മുനീറ പറഞ്ഞപ്പോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കണു. Then higher fungi do not have flagellum at any stage of life cycle. ഈ ഹയർ ഫംഗസില് ഫ്ലജെല്ലം ഉണ്ടാവില്ല. They do not possess flagellum at any stage of their life cycle. Then reproduction in fungi is both asexual by means of flagellate or non-flagellate spores and sexual through conjugation. Reproduction asexual mean ഉണ്ട്, sexual means ഉണ്ട്. Sexual is by conjugation and asexual means by flagellate or non-flagellate spores. സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ഫംഗസ് ഉണ്ടാകും. അതാണ് asexual mode of reproduction in fungi. And sexual reproduction is through conjugation. അതെങ്ങനെയാണെന്ന് നമ്മൾ later പറയുന്നുണ്ട്. And this is all about the characters of fungus. Next, 5 main kinds of fungus. കുറച്ച് ഫംഗസിന്റെ മെയിൻ ഗ്രൂപ്പ്സ് പറയാം, കൈൻഡ്സ് പറയാം. ഫസ്റ്റ് മിക്സോമൈസെറ്റ്സ്. മിക്സോമൈസെറ്റ്സിൽ വരുന്നതാണ് ഈ പിക്ചറിൽ കാണുന്നില്ലേ, അത് മിക്സോമൈസെറ്റ്സിൽ പെട്ട ഒരു ഫംഗസ് ആണ്. ഇത് സ്ലൈം മോൾസ്. സ്ലൈം മോൾസ് എന്നാണ് ഇവരെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സ്ലൈം മോൾസ്. സ്ലൈം മോൾസ് എന്ന് പറഞ്ഞാല്, സ്ലൈം എന്ന് പറഞ്ഞാല് we know that ഒരു സ്ലൈം അപ്പിയറൻസ് ഉള്ള ഒരു
വഴുവഴുപ്പുള്ള അങ്ങനത്തെ ഒരു ടെക്സ്ചർ ആണ്. അതുകൊണ്ടാണ് സ്ലൈം മോൾസ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഹാവ് ആൻ ഇറഗുലർ ഷേപ്പ്, ഒരു ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. ദേ കൺസിസ്റ്റ് ഓഫ് നേക്കഡ് ക്രീപ്പിംഗ് മൾട്ടിന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം. ഒരു അവരെ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം മൾട്ടിന്യൂക്ലിയേറ്റഡ് ആയിരിക്കും. കുറെ ന്യൂക്ലിയസ് ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കായിരിക്കും. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാല് ന്യൂക്ലിയോപ്ലാസം പ്ലസ് സൈറ്റോപ്ലാസം ആണ്. രണ്ടും കൂടി കൂടിയതാണ് പ്രോട്ടോപ്ലാസം. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? മൾട്ടിന്യൂക്ലിയേറ്റ് മാസ് ഓഫ് പ്രോട്ടോപ്ലാസം, സംടൈംസ് കവറിങ് അപ് ടു സെവറൽ സ്ക്വയർ മീറ്റേഴ്സ്. കുറെ മീറ്റർ വരെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വളരാൻ കഴിയും. അപ്പം സ്ലൈം മോൾസ് ആർ ദി creeping multinucleate mass of protoplasm covering up to several square meters. ന്യൂക്ലിയ എന്താണ്? അവരുടെ ന്യൂക്ലിയ ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാല് ദേ ഹാവ് 2 sets of chromosomes. അതാണ് ഡിപ്ലോയിഡ്. അപ്പം ന്യൂക്ലിയ ആർ ഡിപ്ലോയിഡ്. അപ്പം ഇതാണ് മിക്സോമൈസെറ്റ്സ്. നെക്സ്റ്റ് വരുന്നത് ഫൈക്കോമൈസെറ്റ്സ്. ഫൈക്കോമൈസെറ്റ്സിൽ വരുന്നതാണ് ഈ ബ്രെഡിലൊക്കെ കാണുന്ന ഈ ഫംഗസ് ഒക്കെ എന്താണ്? ഫൈക്കോമൈസെറ്റ്സിൽ വരുന്നതാണ്. ഈ റൈസോപ്പസ്, ബ്രെഡ് ഫംഗസിന്റെ പേരാണ് റൈസോപ്പസ് സ്റ്റൊളോനിഫർ. ഇതൊക്കെ എന്താണ്? എന്തിൽ വരുന്നതാണ്? ഫൈക്കോമൈസെറ്റ്സ്. അപ്പം ഫൈക്കോമൈസെറ്റ്സ് എന്താണ്? യൂണിസെല്ലുലാർ ഫിലമെന്റസ് ആൻഡ് ബ്രാഞ്ച്ഡ്. ദേ ആർ ദി യൂണിസെല്ലുലാർ ഫിലമെന്റസ് ബ്രാഞ്ച്ഡ് ഫംഗസ് ആണ് എന്ത്? ഫൈക്കോമൈസെറ്റ്സ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് റൈസോപ്പസ്. റൈസോപ്പസ് ഇസ് എ ബ്രെഡ് മോൾഡ് ആണ്. ബ്രെഡിൽ വരുന്ന ഫംഗസ് ആണ് റൈസോപ്പസ്. അതിന്റെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണുക. എന്തുണ്ടാവും? ഹൈഫേ, ഫിലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇങ്ങനെയാണ് അതിന്റെ നമ്മള് മൈക്രോസ്കോപ്പിലൂടെ വ്യൂ, അതിന്റെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണിത്. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കാണുക. അപ്പം ഫൈക്കോമൈസെറ്റ്സ് എന്താണ്? യൂണിസെല്ലുലാർ ആണ്, ഫിലമെന്റസ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. എക്സാമ്പിൾ ആണ് എന്ത്? റൈസോപ്പസ് ബ്രെഡ് മോൾഡ്. നെക്സ്റ്റ് ആസ്കോമൈസെറ്റ്സ്. ആസ്കോമൈസെറ്റ്സ് എന്താണ്? വൺ സെൽഡ് ആണ്. വൺ സെൽഡ് അല്ലെങ്കിൽ എന്താണ്? മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ്. വൺ സെൽഡിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. ഈസ്റ്റ് നമുക്ക് കോമൺലി അറിയാവുന്ന ഒരു ഫംഗസ് ആണ് ഈസ്റ്റ്. അത് എന്താണ്? വൺ സെൽഡ് ആണ് അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ബ്രാഞ്ച്ഡ്. മൾട്ടി സെല്ലുലാർ ബ്രാഞ്ചിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ആസ്പെർഗില്ലസും പെനിസിലിയവും. ആസ്പെർഗില്ലസും പെനിസിലിയവും ഈ പിക്ചറിൽ കാണില്ലേ? ആസ്പെർഗില്ലസ്, പെനിസിലിയം. ഈ ഓറഞ്ചിനെ കവർ ചെയ്തിട്ടുള്ള ഈ വൈറ്റ് പൗഡറി ഫംഗസ് ആണ് പെനിസിലിയം. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് കൈൻഡ് ഓഫ് ഫംഗസ് ആണ് ബെസിഡിയോമൈസെറ്റ്സ്. ദേ ആർ മൾട്ടി സെല്ലുലാർ ആണ്, ബ്രാഞ്ച്ഡ് ആണ്, which are represented by rusts, mud, mushrooms and toadstools. റസ്റ്റ് ഈ പിക്ചറിൽ കാണുന്ന റസ്റ്റ് ഫംഗൈ ലീവ്സിന്റെ ഒക്കെ അടിഭാഗത്ത് കാണുന്ന ഒരു ഫംഗസ് ആണ് ഈ റസ്റ്റ് ഫംഗൈ. ഈ പിക്ചറിൽ കാണുന്നില്ലേ? അപ്പം ലീവ്സിലൊക്കെ ഡിസീസ് ഒക്കെ കോസ് ചെയ്യുന്നതാണ് റസ്റ്റ് ഫംഗൈ. റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യും റസ്റ്റ് ഫംഗസ്. അത് ബെസിഡിയോമൈസെറ്റ്സിൽ പെട്ടതാണ് റസ്റ്റ് ഫംഗൈ. നെക്സ്റ്റ് ഈ സ്മഡ്സ്. ഈ പിക്ചറിൽ ഈ കോണിന് ചുറ്റും കാണുക. ഇത് എന്താണ്? കോണിനെ അഫക്ട് ചെയ്തതാണ്. ഈ കോൺസിനെ അഫക്ട് ചെയ്യുന്നതാണ് സ്മഡ്സ്. They are a type of fungus which is causing diseases in cones. Next, mushroom, which is common to all. കൂൺ എന്ന് അറിയൂലേ? മഷ്റൂംസ് അത് എല്ലാവർക്കും അറിയാം. ആൻഡ് ടോഡ്സ്റ്റൂൾസ്. ടോഡ്സ്റ്റൂൾസ് കാണുമ്പം ലുക്ക് വൈസ് മഷ്റൂമിനെ പോലെ തന്നെയാണ്. ബട്ട് ദേ ആർ പോയ്സണസ് ആണ്, എഡിബിൾ അല്ല. മഷ്റൂമിനെ പോലെ എഡിബിൾ അല്ല ടോഡ്സ്റ്റൂൾസ്. കാണുമ്പം it is very similar to mushrooms. They are large enough to be seen by the naked eye. Next, mushrooms. Mushrooms in the typical structure ആണ്. Structure of a typical fungus. Mushroom in the structure ആണത്. അതിന്റെ മുകളിലത്തെ പോർഷൻ എന്താണ്? ക്യാപ്പ് എന്നാ പറയാ. ആൻഡ് ഇവിടുത്തെ ഈ പോർഷൻ ആണ് അതിന്റെ സ്റ്റോക്ക്. മുകളിലത്തെ പോർഷൻ അപ്പർ പോർഷൻ ക്യാപ്പും, ഇവിടുത്തെ ഈ സ്റ്റെം ലൈക്ക് പോർഷൻ ആണ് എന്ത്? സ്റ്റോക്ക്.
പിന്നെ ഈ സ്ലെൻഡർ ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചർ എന്താണ്? ഹൈഫെ. ആ ഹൈഫെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും മൈസീലിയം. അപ്പർ പാർട്ട് ഫ്രൂട്ടിംഗ് ബോഡി എന്നാണ് വിളിക്കുക. ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ട് ആയതുകൊണ്ടാണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് വിളിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദേ ആർ നോൺ ആസ് ഫ്രൂട്ടിംഗ് ബോഡി. ആൻഡ് ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ മഷ്റൂം. അപ്പം എന്താണ് ഇത്? ഈ അപ്പർ പോർഷൻ ക്യാപ്പ്, ഇവിടുത്തെ ഈ സ്റ്റെം ലൈക്ക് പോർഷൻ ആണ് സ്റ്റോക്ക്. ആൻഡ് അപ്പർ പോർഷൻ ഈസ് നോൺ ആസ് ഫ്രൂട്ടിംഗ് ബോഡി ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് സ്പോർസ്. സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് വിളിക്കുന്നത്. ആൻഡ് മൈസീലിയം. മൈസീലിയം എന്താണ്? സ്ലെൻഡർ ഹൈഫെ നെറ്റ്വർക്ക് ഫോം ചെയ്യും, അതാണ് മൈസീലിയം. അപ്പം ഇതാണ് എന്ത്? ഒരു സ്ട്രക്ചർ ഓഫ് മഷ്റൂംസ്. വെജിറ്റേറ്റീവ് പാർട്ട് മൈസീലിയം ആണ്. അത് എന്താണ്? ഏത് ഭാഗത്താണ്, ഏത് സബ്സ്ട്രേറ്റിനായിട്ട് അറ്റാച്ച് ചെയ്താണ് അത് കാണുന്നത്? അതായത് ഗ്രൗണ്ടിലായിരിക്കും, ചിലപ്പോ മരത്തുമ്മലൊക്കെ ആയിരിക്കും അല്ലെ ഈ മഷ്റൂംസിനെ കാണുക. അപ്പം അതിന് ഏത് സബ്സ്ട്രേറ്റിനാണോ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതില് എംബഡഡ് ആയിരിക്കും എന്ത്? ഈ മൈസീലിയം എന്നുള്ള ഈ പാർട്ട്. അപ്പം അതിന് ന്യൂട്രിയൻസും അതിന് വേണ്ടതൊക്കെ വലിച്ചെടുക്കാനാണ് പ്ലാന്റ്സിന് റൂട്ട്സ് ഉള്ളത് പോലെയാണ് ഈ മൈസീലിയം. അപ്പം അത് ഏത് സബ്സ്ട്രേറ്റിനായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതില് ആയിന്ന് ഇറങ്ങിയിട്ടുണ്ടാകും ഏത് പോർഷൻ? ഈ മൈസീലിയം. പ്ലാന്റ്സിൽ റൂട്ട്സ് കാണുന്ന പോലെ തന്നെ. And when conditions are favorable, the umbrella-like mushrooms grow out with a stalk and cap. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവുമ്പോൾ എന്താവും? ഈ സ്റ്റോക്കും ക്യാപ്പും പുറത്തോട്ട് വരും. അപ്പം അതാണ് മഷ്റൂംസ്. നെക്സ്റ്റ് വേറൊരു കൈൻഡ് ഓഫ് ഫംഗസ് ആണ് ഡ്യൂട്രോമൈസെറ്റ്സ്. ദേ ആർ മൾട്ടി സെല്ലുലാർ ആണ്, ഫിലമെന്റസ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ആൻഡ് ദേ ആർ ദി ഫംഗസ് ദാറ്റ് പ്രൊഡ്യൂസ് ഓൺലി ബൈ അസെക്ഷുവൽ മീൻസ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഡ്യൂട്രോമൈസെറ്റ്സിൽ കാണുന്നുള്ളൂ. ആൻഡ് മൾട്ടി സെല്ലുലാർ ആണ്, ഫിലമെന്റസ് ആണ്, ആൻഡ് ദേ ആർ ബ്രാഞ്ച്ഡ്. എക്സാമ്പിൾ ആണ് ഓൾട്ടർനേറിയ. ഈ പിക്ചറിൽ കാണില്ലേ ഈ ലീഫിനെ എഫക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ, ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറിൽ, അത് ഈ ഫംഗസ് ആണ് അൾട്ടർനേറിയ. ഫംഗസ് വിച്ച് ഈസ് കോസിങ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ്. ദിസ് ആർ ദി 5 മെയിൻ കൈൻഡ്സ് ഓഫ് ഫംഗസ്. അതിൽ ഓരോ എക്സാമ്പിള് കുറച്ച് അതിൽ ഇപ്പൊ പറഞ്ഞതിൽ കുറച്ച് എക്സാമ്പിൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പിന്നെ ഒന്നും കൂടെ ഉണ്ട് ഇതില്, ഒരു ലൈക്കൺസും മൈക്കോറിസയും കൂടെ ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നോക്കാം. മറ്റേത് ലൈക്കൺസും മൈക്കോറിസും വിച്ച് എക്സിസ്റ്റ് ഇൻ സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ഇത് ഫംഗസിൽ കാണുന്ന ഒരു മ്യൂച്വൽ അല്ലെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻസ് ആണ് ഈ ലൈക്കൺസും മൈക്കോറിസയും. മൈക്കോറിസ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ഈ പിക്ചറിൽ കാണാൻ നമുക്ക് ഒരു പ്ലാന്റിന്റെ റൂട്ടും ഇതില് ഈ ഒരു വൈറ്റ് നൊഡ്യൂൾസ് ആയിട്ട് കാണുന്നില്ലേ, അതാണ് ഫംഗസ്. അപ്പം ഈ ഫംഗസും പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള ആ അസോസിയേഷന് പറയാം, ആ മ്യൂച്വൽ അല്ലെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് എന്ത്? മൈക്കോറിസ. ആ അസോസിയേഷനെ പറയുന്ന പേരാണ് മൈക്കോറിസ. അപ്പം എന്തൊക്കെയാണ് ഈ ഇതിലുള്ള പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ഒരു ഫംഗസ് ഉണ്ടാകും, പ്ലാന്റിന്റെ റൂട്ടും ഫംഗസും തമ്മിലുള്ള അസോസിയേഷനെ വിളിക്കണ ആ പേരാണ് മൈക്കോറിസ. അപ്പം ഇവിടെ എന്താണ് ഫംഗസിന് എന്താണ് ബെനിഫിറ്റ്? ഫംഗസിന് എന്ത് കിട്ടും? അതിന് വേണ്ട ന്യൂട്രിയൻസ് ഈ പ്ലാന്റ്സ് കൊടുക്കും, അതിന് ഷെൽട്ടറും കൊടുക്കും. ഇൻസ്റ്റഡ് എന്താണ് ഈ പ്ലാന്റ്സിന് എന്താണ് ബെനിഫിറ്റ്? പ്ലാന്റ്സിന് എന്ത് കിട്ടുന്നുണ്ട്? പ്ലാന്റ്സിന് സോയിലിൽ നിന്ന് അതിന്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും ഒക്കെ ഈ ഫംഗസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്ലാന്റ്സിന്റെ ഗ്രോത്തിനും അതിന്റെ വളർച്ചക്കൊക്കെ നല്ലോണം എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫംഗസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അവര് തമ്മിലുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ പോവാണ്. ആ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ സിംബയോട്ടിക് അസോസിയേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൈക്കോറിസ. അപ്പം മൈക്കോറിസ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് എ പ്ലാന്റ് ആൻഡ് ഫംഗസ്. ഈ പ്ലാന്റിന്റെ റൂട്ട്സും ഫംഗസും തമ്മിലുള്ള ആ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് എന്ത്? മൈക്കോറിസ. നെക്സ്റ്റ് ലൈക്കൺ എന്ന് പറഞ്ഞാല് മറ്റേതില് എന്താണ്? ഫംഗസും റൂട്ട് പ്ലാന്റ്സിന്റെ റൂട്ടും ആയിരുന്നു.
ഇതിലെന്താണ് ലൈക്കൺസിൽ ഫംഗസും ആൽഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ് പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? ഹലോ. മനസ്സിലാവുന്നുണ്ട് മാം. അപ്പൊ എന്താണ് ഫംഗസും ആൽഗയും തമ്മിലുള്ള അസോസിയേഷനെ വിളിക്കുന്നതാണ് ലൈക്കൺ. മറ്റേത് പ്ലാന്റിന്റെ റൂട്ടും ഫംഗസും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആയിരുന്നു. ലൈക്കൺസ് എന്താണ് ഫംഗസും ആൽഗയും തമ്മിലുള്ള അസോസിയേഷൻ ആണ്. ദേ വിച്ച് ലീവ് ഇൻ എ സിംബയോട്ടിക് അസോസിയേഷൻ. ഫംഗസും ബ്ലൂ ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയൊക്കെ തമ്മിലുള്ള ആ ഒരു അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലൈക്കൺസ്. അപ്പം ഈ പിക്ചറിൽ കാണാം, നമ്മള് മതിൽമലും മരത്തിന്റെ സൈഡിലും അങ്ങനെ കുറെ കല്ലുമ്മലോ അങ്ങനെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത്. ഈ ഫംഗസും ആൽഗയൊക്കെ മതിൽമലൊക്കെ ഇങ്ങനെ കോമൺലി കാണാറുണ്ടായി. എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണോ? നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഈ ബ്രൗൺ, ഈ ആഷ് കളറിൽ കാണുന്നതാണ്, ആ ഗ്രേയിഷ് കളറിൽ കാണുന്നതാണ് എന്ത്? ഫംഗസ്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ആൽഗയാണ്. അപ്പം അവര് തമ്മിൽ മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സിംബയോട്ടിക് അസോസിയേഷനിൽ കഴിഞ്ഞ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലൈക്കൺസ്. അപ്പം എന്താണ് ഇവരൊക്കെ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണ്. രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാകുമ്പോഴാണ് സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ബെനിഫിഷ്യൽ അസോസിയേഷൻ എന്ന് വിളിക്കുള്ളൂ. രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം, അപ്പോഴേ മാത്രമേ സിംബയോട്ടിക് ആവുള്ളൂ. അപ്പം എന്താണ് ഈ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ത് പ്രിപ്പയർ ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. അപ്പം ഫംഗസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? അതിന് ക്ലോറോഫിൽ ഉണ്ടല്ലോ. ഗ്രീൻ ആൽഗയൊക്കെ ക്ലോറോഫിൽ ഉണ്ട്. ഹാവിങ് ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. അപ്പം അവര് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഫംഗസിന് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഫംഗസിന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും ആര്? ആൽഗെ. അതിലത്തെ ഫംഗസ് എന്താണ് തിരിച്ചു നൽകുന്നത്? ഇതിന് പ്രൊട്ടക്ഷൻ നൽകും. ഈ ആൽഗയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. ആൻഡ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് മിനറൽസ്. അതിന്റെ ചുറ്റുള്ള സറൗണ്ടിങ്സിന്ന് വാട്ടറും മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാന് ഈ ആൽഗേനെ ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫംഗസ്. ഈ ഫംഗസ് അതിനെ ഫുഡും ന്യൂട്രിയൻസ് ഒക്കെ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റഡ് ആൽഗ എന്താണ് കൊടുക്കുന്നത്? ഇറ്റ് പ്രിപ്പയർസ് ഫുഡ്. അപ്പം ഒരാൾ ഫുഡ് കൊടുക്കുന്നു, മറ്റേ ആൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഫുഡ് അബ്സോർപ്ഷനും മിനറൽസിനും സഹായിക്കുന്നു. അപ്പം ഈ ഒരു സിംബയോട്ടിക് അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ഇത്? ലൈക്കൺസ്. അപ്പം ഇത്രയാണ് മെയിൻ കൈൻഡ്സ് ഓഫ് ഫംഗസ്. നമുക്ക് പിന്നെ ഓരോ എക്സാമ്പിൾസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഈസ്റ്റ്. ഈസ്റ്റ് എല്ലാരും കേട്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടില്ലേ? എവിടെ യൂസ് ചെയ്യാറ് ഈസ്റ്റ്? എല്ലാവർക്കും അറിയണ്ടാവും. നമ്മൾ കോമൺലി കേൾക്കണതാണല്ലേ. എവിടെയൊക്കെ യൂസ് ചെയ്യാ? ബ്രെഡിനകത്ത്, അപ്പത്തില്, നമ്മള് ബേക്കറി ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യും അല്ലേ? അതാണ് ഈസ്റ്റ്. അപ്പം ഈസ്റ്റ് എന്താണ്? ഒരു ഫംഗസ് ആണ്. ഈസ്റ്റ് ഒരു ഫംഗസിൽ പെട്ടതാണ്. പക്ഷെ നമ്മൾ കോമൺലി കാണുന്ന ഈസ്റ്റിന്റെ പോലെ അല്ലല്ലേ ഇതിന്റെ സ്ട്രക്ചർ. അതൊരു നമുക്ക് കാണുന്ന, നമ്മള് വാങ്ങണ ഈസ്റ്റ് ഉണ്ടല്ലോ, അതില് നമ്മള് ശരിക്കും ഈസ്റ്റ് നമുക്ക് കാണാൻ കഴിയൊന്നുമില്ല. അതിന്റെ ഒരു സിംഗിൾ സെല്ലാണ്. പക്ഷെ നമ്മൾ വാങ്ങണ ഈസ്റ്റ് ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വാങ്ങണത് നമുക്ക് കാണാൻ കഴിയണില്ലേ എന്ന് വിചാരിക്കും. അതെന്താണ്? അതിന്റെ ആ ഈസ്റ്റിന്ന് ഒരു തരി തരി പോലെയല്ല കാണാം. അപ്പം ആ ഗ്രാന്യൂൾസ് എന്താണ്? ആ ഗ്രാന്യൂൾസിൽ നമ്മൾ ഒറ്റ ഗ്രാന്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറെ, ആ ഒറ്റ ഗ്രാന്യൂൾ ഒറ്റ തരി എടുത്താൽ തന്നെ അതിൽ കുറെ ഈസ്റ്റ് കൂടിയിട്ടാണ് ആ ഒറ്റ ഗ്രാന്യൂൾ ഉണ്ടായിരിക്കുന്നത്. അതങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് കൊമേഴ്ഷ്യലി സെയിലിങ്ങിനും നമ്മളെ കൊമേഴ്ഷ്യൽ യൂസ് പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറാണ് അത്, ആ ഗ്രാന്യൂലേറ്റഡ് ഫോം. അതില് ഒറ്റ ഗ്രാന്യൂൾ എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ എന്തുണ്ട്? കുറെ ഈസ്റ്റ് സെല്ല് കൂടിയതാണ് ഒരു ഗ്രാന്യൂള്. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഒരു ഈസ്റ്റ് സെല്ലിൽ നമുക്ക് കാണാൻ പറ്റൂല. അതൊരു എന്താണ്? ഒറ്റ സിംഗിൾ സെല്ലഡ് ആണ്. അപ്പൊ നമുക്ക് അത് കാണാൻ പറ്റൂല. നമ്മൾ ആ കുറെ ഈസ്റ്റ് കൂടിയ ഒരു ഗ്രാന്യൂൾസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് നമുക്ക് കാണുന്നത്. അല്ലാതെ നമുക്ക് ഒറ്റ ഈസ്റ്റിനായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് തന്നെ നോക്കണം ഒരു ഈസ്റ്റിനെ കാണണമെങ്കിൽ. അപ്പം
ഈസ്റ്റ് എന്താണ്? ഫംഗസ് ആണ്. വിച്ച് ഡു നോട്ട് പ്രൊഡ്യൂസ് എനി ഐഫെ. വേറെ ഫംഗസിന്റെ പോലെ ഐഫെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഈസ്റ്റ്. ഈസ്റ്റിന്റെ സെൽ സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ പിക്ചറിൽ കാണുന്നില്ലേ? അങ്ങനെ ഒരു ഓവൽ സെല്ലാണ്, ഒരു സിംഗിൾ ഓവൽ സെല്ലിലാണ്, അങ്ങനത്തെ ഒരു ഓവൽ ഷേപ്പാണ് എന്തുണ്ടാവുക? ഈസ്റ്റ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ഓവൽ ഷേപ്ഡ് സ്ട്രക്ചർ ആയിരിക്കും ഈസ്റ്റിന് ഉണ്ടാവുക. അതിന് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള സെൽവാൾ ഉണ്ടാവും. സെൽവാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫംഗസിന്റെ സെൽവാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, കൈറ്റിന്. അപ്പം കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സെൽവാൾ ഉണ്ടാവും. സെൽ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസ് കാണാം, ഇതിനകത്ത് വാക്യൂൾസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, അങ്ങനത്തെ സെൽ ഓർഗനൽസ് ഒക്കെ കാണാം, സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പം ഇതാണ് ഈസ്റ്റ് സെൽ സ്ട്രക്ചർ. അപ്പം നോർമോർ വാക്യൂൾസ് ഒക്കെ കാണാം സൈറ്റോപ്ലാസത്തില്. സൈറ്റോപ്ലാസം ഗ്രാനുലാർ ആണ്. ഗ്രാനുലാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രാന്യൂൾസ് കാണാം. ഈ പിക്ചറിൽ കാണില്ലേ, കുറെ ഡോട്ട് ഡോട്ട് ആയിട്ടുണ്ടോ? അങ്ങനെ കാണുന്നതിനാണ് ഗ്രാനുലേറ്റഡ് സൈറ്റോപ്ലാസം എന്ന് പറയും. അപ്പം സൈറ്റോപ്ലാസം ഗ്രാനുലാർ ആണ്. ആൻഡ് ആസ് ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ് ലോബ്യൂൾസ് ഒക്കെ കാണാം. അതായത് ലിപ്പിഡ് ഗ്രാനുൾസ് ഒക്കെ ഇല്ല, അങ്ങനെ ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ് ലോബ്യൂൾസ് ഒക്കെ കാണാൻ പറ്റും. നെക്സ്റ്റ് അതിന്റെ ന്യൂട്രീഷൻ എന്താണ്? സാക്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഫംഗസില്, ഈസ്റ്റിൽ കാണുന്നത് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാപ്രോട്രോഫി എന്ന് പറഞ്ഞാല് അബ്സോർപ്റ്റീവ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അബ്സോർബ് ചെയ്തിട്ട്, എന്തിനാണ് അബ്സോർബ് ചെയ്യുന്നത്? അത് എന്താണ്? സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഒന്നെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സ് അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ്? അത് എന്താകും? സിമ്പിൾ ഷുഗേഴ്സിലെ ഫോമിലല്ല അതിന്റെ ഫുഡ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അത് അബ്സോർബ് ചെയ്യുന്നത്? സൂക്രോസ്, ഈ എൻസൈംസ് സെക്രീറ്റ് ചെയ്യും. എൻസൈംസ് സെക്രീറ്റ് ചെയ്തിട്ട് സൂക്രോസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈം സെക്രീറ്റ് ചെയ്തിട്ട്, എന്തൊക്കെ എൻസൈം? ഇൻവേർട്ടേസ്, സൂക്രേസ്, ഈ എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്യും. അപ്പൊ എന്താവും? ഈ ഇൻവേർട്ടേസ്, സൂക്രേസ് ഒക്കെ എന്തിനെ ബ്രേക്ക് ചെയ്യും? സൂക്രോസിനെ ബ്രേക്ക് ചെയ്യും. സൂക്രോസിനെ ബ്രേക്ക് ചെയ്തിട്ട് സിമ്പിൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റും. അപ്പൊ ഗ്ലൂക്കോസിനെയാണ് അതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പൊ ഗ്ലൂക്കോസ് ഫോമിലാണ് അതിന്റെ ഫുഡ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ അത് ഈ ഇൻവേർട്ടേസ്, സൂക്രേസ് എന്നൊക്കെ പറയുന്ന എൻസൈംസ് ഉണ്ടല്ലോ, ആ എൻസൈംസ് പുറത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ ഫുഡിനെ എന്താക്കിയിട്ട് മാറ്റും? സിമ്പിൾ ഷുഗേഴ്സ്, ഈ ഇൻവേർട്ടേസും സൂക്രേസും ഒക്കെ സൂക്രോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കി മാറ്റും? സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആക്കി മാറ്റും. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആക്കി മാറ്റുമ്പോൾ അതിന് പിന്നെ അത് നേരെ അബ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പം ആ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് എന്ത്? സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പം എന്താണ് സാപ്രോട്രോഫിക്? അബ്സോർപ്റ്റീവ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. വേറെ ഡെഡ് ഓർഗാനിസം, നോൺ ലിവിങ് ഓർഗാനിക് മാറ്ററിനോ ഡെഡ് ഓർഗാനിസത്തിനോ ഒക്കെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കുക, അതാണ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഒന്നെങ്കിൽ അത് എന്താണ്? ഡയറക്ട്ലി അതിനെ വലിച്ചെടുക്കും. സിമ്പിൾ ഷുഗേഴ്സിന്റെ ഫോമിലാണെങ്കിൽ ഡയറക്ട്ലി അതിനെ അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ സൂക്രോസ് ഫോമിലൊക്കെ ആണെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയൂല. അപ്പൊ എന്താക്കും? ഈ എൻസൈംസ്, ഇൻവേർട്ടേസോ സൂക്രേസോ ഒക്കെ അത് പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യും. എന്നിട്ട് ആ എൻസൈംസ് എന്താക്കും? ഈ സൂക്രോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ സിമ്പിൾ ഷുഗേഴ്സ് ഫോം ചെയ്യും. എന്നിട്ട് സിമ്പിൾ ഷുഗേഴ്സിനെ അബ്സോർബ് ചെയ്യും. അപ്പം സിമ്പിൾ ഷുഗേഴ്സിനെ അതിന്റെ സെല്ലിലോട്ട് അബ്സോർബ് ചെയ്തെടുക്കും. ആ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് എന്ത്? സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പം ഈ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഈസ്റ്റിൽ കാണുന്നത്. അപ്പം ഈസ്റ്റ് ഹാവിങ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. നെക്സ്റ്റ് റീപ്രൊഡക്ഷൻ. ഈസ്റ്റിലുള്ള റീപ്രൊഡക്ഷൻ ആണ്. ഈസ്റ്റ് റീപ്രൊഡ്യൂസസ് അസെക്ഷുവലി ബൈ ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിങ്ങിലൂടെ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ബഡ്ഡിങ്ങിലൂടെയാണ് അതിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നത്. അതായത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു പാരന്റ് ഈസ്റ്റ് സെല്ലാണ്. ന്യൂക്ലിയസ് ഒക്കെ ഉള്ള ഒരു പാരന്റ് ഈസ്റ്റ് സെല്ല്. അതിന്മേൽ എന്ത് ഫോം ചെയ്യും? പാരന്റ് ഈസ്റ്റ് സെല്ലുമേല് ഒരു ബഡ്, ചെറിയൊരു കുമിള പോലെ ഒരു ബഡ് ഫോം ചെയ്യും. അതിന്റെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഒരു ചെറിയൊരു ബഡ് ഫോം ചെയ്യും. ഫോം ചെയ്തിട്ട് എന്തുണ്ടാവും? ഇതിന്റെ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും.
ഈ ബഡിലോട്ടും ന്യൂക്ലിയസിന്റെ ഒരു പോർഷൻ പോകുന്നുണ്ട്. അപ്പം ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും, പിന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. അപ്പൊ ഫോം ചെയ്ത ബഡിൽ എന്തായി, ന്യൂക്ലിയസും കിട്ടി സൈറ്റോപ്ലാസവും കിട്ടി. ഇപ്പോ അതിന്റെ ഇതിൽ എന്ത് ഫോം ചെയ്തു, ന്യൂക്ലിയസും അതിന് ന്യൂക്ലിയസും കിട്ടി സൈറ്റോപ്ലാസവും കിട്ടി. അങ്ങനെ എന്ത് ഫോം ചെയ്തു, ഒരു ചെറിയൊരു ഈസ്റ്റ് അവിടെ ഫോം ചെയ്തില്ലേ. അപ്പം ഇങ്ങനെ ഇതിന്ന് കുറെ ഫോം ചെയ്യും, അങ്ങനെ ഒരു ചെയിൻ ആയിട്ട് മാറും. അത് ചെയിൻ ഓഫ് ഈസ്റ്റ് സെൽ ഇതിൽ പിന്നെ വീണ്ടും ഫോം ചെയ്യും. അപ്പം ഇതൊക്കെയാണ് എന്താ അതിന്റെ ഡോട്ടർ ഈസ്റ്റ്. അപ്പം ഇത് സെപ്പറേറ്റ് ആയി, ഈ പാരന്റ് ഈസ്റ്റ് സെപ്പറേറ്റ് ആയി പോയാൽ അതൊരു ഇൻഡിവിജ്വൽ ഈസ്റ്റ് ആയിട്ട് മാറും. അങ്ങനെയാണ് ത്രൂ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഈസ്റ്റ്. ബഡ്ഡിങ്ങിലൂടെയാണ് ഇത്. ഈ ഡോട്ടർ ഈസ്റ്റ് ഇതിന് ഫോം ചെയ്തിട്ടുള്ള ബഡ്സ് ഉണ്ടല്ലോ, ഈ ബഡ്സ് വീണ്ടും ബഡ്സ് ഫോം ചെയ്യും, വീണ്ടും ബഡ്സ് ഫോം ചെയ്യും. അതിൽ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ചെയിൻ ഓഫ് ഈസ്റ്റ് സെൽസ് ഫോം ചെയ്യും. അതിങ്ങനെ സെപ്പറേറ്റ് ആയി പോകുമ്പോൾ എന്താവും, പുതിയൊരു ഈസ്റ്റ് ഫോം ചെയ്യും. അപ്പം അതാണ് എന്ത്, അസെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വിച്ച് ഈസ് ബൈ ബഡ്ഡിങ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്, കോൺജുഗേഷൻ വഴിയാണ്. നമ്മൾ എന്ത് പറഞ്ഞ കോൺജുഗേഷൻ, നമ്മള് പ്രോട്ടിസ്റ്റന്റെ ബാക്ടീരിയാസിന്റെ റീപ്രൊഡക്ഷൻ പറഞ്ഞപ്പോ കോൺജുഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ഈസ്റ്റ് സെല്ല് ഇതില് ബാക്ടീരിയാസിലാണെങ്കിൽ രണ്ട് ബാക്ടീരിയാസ് അടുത്ത് വരും അല്ലെ, അതേപോലെ തന്നെ ഇതിലെങ്ങനെയാണ് രണ്ട് ഈസ്റ്റ് സെല്ല് അടുത്ത് വരും. അതിന്റെ കണ്ടൻസ് എന്തായിട്ട് മാറും, ഡിവൈഡ് ചെയ്യും. മിയോസിസ് ഫസ്റ്റ് മിയോസിസും സെൽ ഡിവിഷൻ മിയോസിസും ഉണ്ട്, മൈറ്റോസിസും ഉണ്ട്. രണ്ട് സെല്ലുലാർ ഡിവിഷൻസ് ആണ് മെയിൻലി നമുക്കുള്ളത്. മിയോസിസ് ഉണ്ട്, മൈറ്റോസിസ് ഉണ്ട്. അപ്പൊ മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും മിയോസിസിൽ എങ്ങനെയാണ് 4 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. മൈറ്റോസിസിലാണെങ്കിൽ 2 ഡോട്ടർ സെൽസ് ആണ് ഫോം ചെയ്യുക. അപ്പം മിയോസിസില് പാരന്റ് സെല്ലിൽ എത്ര ക്രോമസോംസ് ആണോ ഉണ്ടാവുക, അതിന്റെ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും ഡോട്ടർ സെൽസിൽ ഉണ്ടാവുക. മിയോസിസിൽ പാരന്റ് സെൽസിൽ എത്രയാണ് ഉണ്ടാവുക, അതിന്റെ ഹാഫ് ആയിരിക്കും എന്തിൽ കാണുക, മിയോസിസ് നടന്നിട്ട് ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിൽ അതിന്റെ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. പക്ഷെ മൈറ്റോസിസിൽ 2 ഡോട്ടർ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതില് എങ്ങനെയാണ് മൈറ്റോസിസ് നടക്കുമ്പോൾ ഇതില് എത്ര നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടോ അതിന്റെ എക്സാക്ട് നമ്പർ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, ഡോട്ടർ സെൽസിലും കാണുക. ഡോട്ടർ സെൽസില് മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാല് ഇപ്പം ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്, അതായത് 2 സെറ്റ്സ് ഓഫ് ക്രോമസോംസ് ആണ് ഈ പാരന്റിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 2 ഡോട്ടർ സെൽസിലും എന്തുണ്ടാവും, 2 സെറ്റ്സ് ഓഫ് ക്രോമസോം തന്നെ കാണും. ഇപ്പൊ ഒരു ഇക്വേഷണൽ ഡിവിഷൻ ആണ്, പാരന്റിൽ എന്താണോ അത് തന്നെ ആയിരിക്കും എന്തിൽ കാണുക, ഡോട്ടർ സെൽസിലും കാണാം. ആ ഡിവിഷനെയാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. മിയോസിസ് എന്ന് പറഞ്ഞാല് ഇക്വേഷണൽ ഡിവിഷൻ അല്ല. മിയോസിസ് പാരന്റ് ഡിപ്ലോയിഡ് ആണെങ്കിൽ ഡോട്ടേഴ്സ് എന്താണ്, ഹാപ്ലോയിഡ് ആയിരിക്കും. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ്സ് ഓഫ് ക്രോമസോംസ്. അപ്പം 2 സെറ്റ്സ് ഓഫ് ക്രോമസോം ആണ് പാരന്റിൽ എന്നുണ്ടെങ്കിൽ ഡോട്ടർ സെൽസിൽ എന്താണ് ഉണ്ടാവുക, ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ് ഉണ്ടാവുക. 4 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്ലോയിഡ് ആയിരിക്കും. ഒരു ഇക്വേഷണൽ ഡിവിഷൻ അല്ല എന്തില്, മിയോസിസില്. ബട്ട് മൈറ്റോസിസില് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. പറഞ്ഞത് മനസ്സിലായോ? മിയോസിസ് മൈറ്റോസിസ് ഇങ്ങനെ കുറെ വരും. അപ്പൊ എന്താണെന്ന് മനസ്സിലാവാതെ ഇരിക്കരുത്, ഞാൻ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി പറയണോ? മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യണോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേ. മിയോസിസ് എന്ന് പറഞ്ഞാല് അതൊരു ടൈപ്പ്. മിയോസിസും മൈറ്റോസിസും ഒക്കെ എന്താണ്, സെൽ ഡിവിഷൻ ആണ്. സെല്ല് ഡിവൈഡ് ചെയ്താലല്ലേ നമുക്ക് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവണുള്ളൂ. സെൽ ഡിവിഷൻ എന്തായാലും മസ്റ്റ് ആണല്ലേ. അപ്പം സെൽ ഡിവിഷൻ, ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻസ് ആണ് മിയോസിസും മൈറ്റോസിസും ഒക്കെ. എന്താണ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻസ് ആണ് മിയോസിസും മൈറ്റോസിസും. അപ്പൊ മിയോസിസിൽ എന്താണ് 4 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. മിയോസിസിൽ 4 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈച്ച് വിത്ത് ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും. പാരന്റ് സെല്ലിന്റെ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് മാത്രമേ എന്തിൽ കാണുള്ളൂ, മിയോസിസ് നടന്നിട്ട് ഫോം ചെയ്ത ഡോട്ടർ സെൽസിൽ എന്തേ ഉണ്ടാവുള്ളൂ, പാരന്റ് സെൽസിന്റെ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പം ഡിപ്ലോയിഡ് ആണ് മിയോസിസ്,
നടക്കുന്ന പാരന്റ് ഡിപ്ലോയിഡ് ആണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും അതിന്റെ ഡോട്ടർ സെൽസിന് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവുള്ളൂ. ഈ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്, മിയോസിസ് നടക്കുന്നത്. മിയോസിസ് നടന്നാലേ എന്തുണ്ടാവുള്ളൂ, ഹാപ്ലോയിഡ് ക്രോമസോംസ് ഉണ്ടാവുള്ളൂ. മൈറ്റോസിസ് നടന്നാല് ഡിപ്ലോയിഡ് ക്രോമസോം ഉള്ള ഡോട്ടർ സെൽസ് തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ മിയോസിസ് നടക്കുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള ഡോട്ടർ സെൽസിനെ ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മിയോസിസ് എന്താണ്, മൈറ്റോസിസ് എന്താണ്? മിയോസിസ് എന്ന് പറഞ്ഞാല് 4 ഡോട്ടർ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും മിയോസിസ്. മൈറ്റോസിസ് 2 ഡോട്ടർ സെൽസിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. 2 സെൽസ് ആണ് മൈറ്റോസിസിന് ഉണ്ടാവുക. മിയോസിസിന് 4 സെൽസ് ഉണ്ടാവും. മിയോസിസില് എന്താണ്, പാരന്റ് സെല്ലിന്റെ ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോംസ് ആണ് ഉണ്ടാവുക. ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള പാരന്റ് സെൽസിൽ നിന്നും ഹാപ്ലോയിഡ് കണ്ടീഷനുള്ള ഡോട്ടേഴ്സ് ആണ് ഉണ്ടാവുക. മൈറ്റോസിസില് എന്താണ്, ഡിപ്ലോയിഡ് പാരന്റിന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഡോട്ടേഴ്സ് തന്നെയാണ് ഉണ്ടാവുക. ഹാപ്ലോയിഡ് പാരന്റ് ആണെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഡോട്ടർ സെൽസ് തന്നെയാണ് ഉണ്ടാവുക. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ മാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മിയോസിസും മൈറ്റോസിസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുണ്ടാവും. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്നും ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. എന്താണ് മിയോസിസ്, എന്താണ് മൈറ്റോസിസ്. നിങ്ങൾ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് എന്താണെന്ന് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇപ്പൊ ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് മിയോസിസും മൈറ്റോസിസും ഒക്കെ. ഓക്കെ. അപ്പം എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, എന്താണ് കോൺജുഗേഷൻ വഴിയാണ്. കോൺജുഗേഷനിൽ എന്തുണ്ടാവും, 2 ഈസ്റ്റ് സെല്ല് അടുത്തടുത്ത് വരും. അപ്പം അടുത്തടുത്ത് വരുമ്പോ എന്താണ്, അതിന്റെ കണ്ടൻസ് ഒക്കെ ഫ്യൂസ് ചെയ്യും. കണ്ടൻസ് ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് ഫസ്റ്റില് എന്ത് നടക്കും, ഫസ്റ്റിൽ അതിന് മിയോസിസ് ആണ് നടക്കുക. ഫസ്റ്റ് മിയോസിസ് നടക്കും, പിന്നെ അത് ഫോളോ ചെയ്തിട്ട് മൈറ്റോസിസ് നടക്കും. അങ്ങനെ 8 സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. 8 സെൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനൊക്കെ ചുറ്റും എന്തുണ്ടാവും, ഒരു തിക്ക് വാൾ ഉണ്ടാവും. തിക്ക് വാൾ അറൗണ്ട് ഈച്ച്. അപ്പം ഫസ്റ്റ് എന്ത് നടക്കും, ഫസ്റ്റ് മിയോസിസ് നടക്കും, പിന്നെ മൈറ്റോസിസ് നടക്കും. അങ്ങനെ 8 സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ 8 സെല്ലിന്റെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ആസ്കസ്. ആൻഡ് ഈച്ച് സെല്ല്, അതിലുള്ള ഓരോ സെല്ലിനും എന്താണ് പറയാ, ഓരോ സെല്ലിനും എന്താണ് വിളിക്കുക, ആസ്കോ സ്പോർ. ഈ 8 പ്രൊഡ്യൂസ് ചെയ്ത 8 സെല്ലിന്റെ സ്ട്രക്ചർ ആണ് എന്ത്, ആസ്കസ്. അതിനകത്തുള്ള ഓരോ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ആസ്കോ സ്പോർ. Ascospores may be carried by wind and germinate under suitable conditions to produce new yeast cell. ഈ ആസ്കോസ്പോസ് ഉണ്ടല്ലോ, ആസ്കോസ്പോസ് എന്ന് പറഞ്ഞാൽ സ്പോർസ് ആണ്. സ്പോർസ് എന്ന് പറഞ്ഞാല് എല്ലാ ഫംഗസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആട്ടെ ഈ സ്പോർസ് എന്ന് പറയുന്നത്. ഇപ്പം സീഡ്സ് പ്ലാന്റ്സിലൊക്കെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്തിട്ടല്ലേ പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് ഫംഗസിന് എന്താ, അതിന്റെ സ്പോർസ്. ആ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പുതിയ ഫംഗസ് ഉണ്ടാവുക. അപ്പം ഈ സ്പോർസ് എന്ന് പറഞ്ഞാല് സീഡ്സിന്റെ പോലെ തന്നെ അതൊരു ഒരു സെല്ലാണ്. അതിന് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറാൻ കഴിയുന്ന ഒരു സെല്ലിനെയാണ് എന്ത് വിളിക്കുന്നത്, ഒരു റീപ്രൊഡക്റ്റീവ് കാപ്പബിലിറ്റി ഉള്ള റീപ്രൊഡക്റ്റീവ് സെല്ലാണ്. വിച്ച് ഈസ് കാപ്പബിൾ ഓഫ് ഡെവലപ്പിംഗ് ഇൻ ടു എ ന്യൂ ഇൻഡിവിജ്വൽ. അതിനൊരു ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ആ ഒരു സ്ട്രക്ചറിനെയാണ് സ്പോർസ് എന്ന് വിളിക്കുക. അപ്പം ഈ ആസ്കോസ്പോർസ് എന്ന് പറഞ്ഞാല് അത് സ്പോർസ് ആണ്. അത് വിൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൻഡൊക്കെ ക്യാരി ചെയ്തിട്ട് എന്തെങ്കിലും അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കിട്ടുമ്പോൾ എന്തായിട്ട് മാറും, അതൊരു പുതിയ ഈസ്റ്റ് സെല്ലായിട്ട് മാറും. അപ്പം അതാണ് അതിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പം മനസ്സിലായില്ലേ ഇതുവരെ അടുത്തൊക്കെ? മിയോസിസ് മൈറ്റോസിസ് ഇനി പറയണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അത് എന്താണ്. മനസ്സിലായില്ലേ? ഇനി പറയണോ മിയോസിസ് എന്താ മൈറ്റോസിസ് എന്താന്ന്? വേണ്ട. നെക്സ്റ്റ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗൈ. എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ഫംഗസിന്. അപ്പം അതിൽ ഹാർംഫുൾ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതുണ്ട്. ഫസ്റ്റ് നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഫംഗസ് ഏതൊക്കെയാ നോക്കാം. ഹാർംഫുൾ ഫംഗൈ ഫസ്റ്റ് പക്സീനിയ ഗ്രാമിൽസ്, വീറ്റ് റസ്റ്റ് ആണ്.
വീറ്റ് റസ്റ്റിന്റെ സയന്റിഫിക് നെയിം ആണ് പക്സീനിയ ഗ്രാമിനിസ്. ഈ സയന്റിഫിക് നെയിം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും ഓർക്കണം. സയന്റിഫിക് നെയിം എങ്ങനെ? ഒന്നുകൂടി പേര് പറയുമോ? പക്സീനിയ ഗ്രാമിനിസ്. അത് ഇതിന്റെ ഈ വീറ്റ് റസ്റ്റിന്റെ സയന്റിഫിക് നെയിം ആണ് പക്സീനിയ ഗ്രാമിനിസ്. അപ്പം സയന്റിഫിക് നെയിമുകള് എഴുതുമ്പോ എങ്ങനെ എഴുതണം? നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുമ്പോ നമ്മള് പക്സീനിയ ഗ്രാമിനിസ് പക്സീനിയ അത് ജീനസ് നെയിം ആണ്. ഗ്രാമിനിസ് എന്താണ്? സ്പീഷീസ് നെയിം ആണ്. സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്തിട്ട് വേണം എഴുതാൻ. പക്സീനിയ എന്ന് എഴുതിയിട്ട് പക്സീനിയന്റെ പി എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഈ ഗ്രാമിനിസിന്റെ ജി പിന്നെ സ്മോൾ ലെറ്റർ തന്നെ. അപ്പം എഴുതുമ്പോ എങ്ങനെ എഴുതണം? പക്സീനിയ എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഗ്രാമിനിസ് എഴുതിയിട്ടും അണ്ടർലൈൻ, സെപ്പറേറ്റ്ലി തന്നെ അണ്ടർലൈൻ ചെയ്യണം. രണ്ടും വേറെ വേറെ അണ്ടർലൈൻ ചെയ്യണം. പക്സീനിയ എന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം. ഗ്രാമിനിസ് എഴുതിയിട്ടും അണ്ടർലൈൻ ചെയ്യണം. ഈ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. അത് മസ്റ്റ് ആണ്. അതിന്റെ ഒരു റൂളാണ്. ചോദിക്കുന്നതാണോ ജീനസ് നെയിം എന്നൊക്കെ പറഞ്ഞ? അങ്ങനെ ചോദിക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തൊരു സയന്റിഫിക് നെയിം എന്താ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കണ്ടിട്ടില്ല. ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗസ് എന്നൊക്കെ ചോദിച്ചാല് അപ്പം അപ്പൊ എഴുതേണ്ടി വരുമല്ലോ. ഹാർംഫുൾ ഫംഗസ്, ബെനിഫിഷ്യൽ ഫംഗസ്, അതിൽ ഏതൊക്കെയാണ് ഉള്ളത്. അപ്പം സയന്റിഫിക് നെയിം എഴുതിയില്ലെങ്കിലും നിങ്ങൾ എന്ത് എഴുതണം? വീറ്റ് റസ്റ്റ് എന്ന് എന്തായാലും എഴുതണം. ഒരു ഹാർംഫുൾ ഫംഗസ് വീറ്റ് റസ്റ്റ് എന്ന് എഴുതണം. സയന്റിഫിക് നെയിം പഠിച്ചു വെച്ചാൽ നല്ലത്, അത്രേ ഉള്ളൂ. അപ്പം എഴുതുമ്പോ എങ്ങനെ എഴുതണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ എഴുതണം. ഓക്കെ. നമ്മള് ഇങ്ങനെ ടെക്സ്റ്റിലൊക്കെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും? ഇറ്റാലിക്സിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതാം. ഇത് പഠിക്കണമെന്ന് മസ്റ്റ് ആയിട്ടൊന്നും നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറും പാറ്റേണും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നോക്കിയിട്ടൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ വീറ്റ് റസ്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതിയാവും. അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നത്. ഞാൻ നോക്കിയിട്ട് പറയേണ്ടത്. സയന്റിഫിക് നെയിമിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം എങ്ങനെ എഴുതണമെന്ന്. വീറ്റ് റസ്റ്റ് ഒരു ഹാർംഫുൾ ഫംഗസ് ആണ്. എന്ത്? വീറ്റ് റസ്റ്റ്. ഇറ്റ് കോസസ് ബ്രൗൺ പാച്ചസ് ഓൺ ദ ലീവ്സ് ആൻഡ് സ്റ്റെംസ് ഓഫ് വീറ്റ് പ്ലാന്റ്സ്. വീറ്റ് റസ്റ്റ് എന്താണ്? ഈ പിക്ചറിൽ കാണില്ലേ? നിങ്ങൾ ടെസ്റ്റിൽ ഇങ്ങനെ പിക്ചേഴ്സ് ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിക്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. ഇങ്ങനെ എക്സാം എഴുതുമ്പോഴൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ. പിക്ചേഴ്സ് ആണല്ലോ നമുക്ക് ഫസ്റ്റ് മെമ്മറിയിൽ വരും. അപ്പം അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ സ്ലൈഡ്സിലും ഇങ്ങനെ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമാവും. ആ പിക്ചർ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാലോ. അതിനാണ് ഞാൻ ഇങ്ങനെ ഓരോ സ്ലൈഡ്സിലും ഇങ്ങനെ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റിൽ അങ്ങനെ പിക്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം എന്താണ് വീറ്റ് റസ്റ്റ്? ഇറ്റ് കോസസ് ബ്രൗൺ പാച്ചസ് ഓൺ ദ ലീവ്സ് ആൻഡ് സ്റ്റെംസ് ഓഫ് വീറ്റ് പ്ലാന്റ്സ്. ഈ വീറ്റ് പ്ലാന്റ്സിന്റെ ലീവ്സിലും സ്റ്റെംസിലും ബ്രൗൺ കളർ കാണില്ലേ? അങ്ങനെ ബ്രൗൺ പാച്ചസ് ഫോം ചെയ്യും. ഇറ്റ് ഡിക്രീസസ് ദ ഈൽഡ് ഓഫ് വീറ്റ്. വീറ്റിന്റെ ഈൽഡ് കുറക്കും. മേക്ക് ഇറ്റ്സ് അൺഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥയിലോട്ട് ആ വീറ്റ് മാറും. നമുക്ക് അൺഫിറ്റ്, ഇറ്റ് മേക്സ് അൺഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. വീറ്റിന്റെ ഈൽഡും കുറക്കും. പിന്നെ അത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലോട്ടാവും ഈ വീറ്റ് റസ്റ്റ് വീറ്റിനെ കോസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അതാണ് വീറ്റ് റസ്റ്റ് പക്സീനിയ ഗ്രാമിനിസ്. നെക്സ്റ്റ് റൈസോപ്പസ്. റൈസോപ്പസ് എന്താണ്? ബ്രെഡ് മോൾഡ്. നേരത്തെ പറഞ്ഞില്ലേ? ബ്രെഡ് മോൾഡ് ആണ് റൈസോപ്പസ്. ഗ്രോസ് ഓൺ ബ്രെഡ്. ബ്രെഡിൽ വളരുന്ന ഫംഗസ് ആണ് എന്ത്? ബ്രെഡ് മോൾഡ്. അതൊരു കോട്ടണി മാസ്, ഒരു കോട്ടൺ മാസ് പോലെ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ് അതിനുണ്ടാവുക. ലേറ്റർ ഡെവലപ്സ് എ ഗ്രേയിഷ് ബ്ലാക്ക് കളർ ബിക്കോസ് ഓഫ് ബ്ലാക്ക് കളേർഡ് സ്പോട്സ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ബ്രെഡ്സിലൊക്കെ ഫസ്റ്റ് ഇങ്ങനെ ഈ ഫംഗസ് വരുമ്പോ ഇങ്ങനെ ലൈറ്റ് കളറിലായിരിക്കും വരിക. പിന്നെ 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 അതെന്താവും? ഒരു ഗ്രേയിഷ് ബ്ലാക്ക് കളറാവും. അപ്പം ആ ഗ്രേയിഷ് ബ്ലാക്ക് കളറ് എപ്പോഴാണ് അത് ഗ്രേയിഷ് ബ്ലാക്ക് കളർ ആവുന്നത്? ബ്ലാക്ക് കളേർഡ് സ്പോർസ് അതിൽ ഫോം ചെയ്യുമ്പോഴാണ്. ഈ ബ്ലാക്ക് കളർ സ്പോർസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഗ്രേയിഷ് ബ്ലാക്ക് കളർ ആവും. ഇതിലുള്ള വൈറ്റിഷ് നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ് എന്ത്? മൈസീലിയം. മൈസീലിയത്തിൽ എന്തുണ്ട്? ത്രെഡ് ലൈറ്റ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഐഫെ.
ഐഫയൊക്കെ കൂടിയിട്ട് നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതാണ് എന്ത് മൈസീലിയം. ആൻഡ് the root like structures growing out of the hyphae penetrate the bread. ഈ എന്തിന് ഈ hyphae എന്നുള്ള റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യും ഈ ബ്രെഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലും. അതൊരു റൂട്ട് പോലെ ആക്ട് ചെയ്യാണ് അതിന്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ. പ്ലാന്റ്സിന് റൂട്ട്സ് മണ്ണിൽ നിന്നൊക്കെ വെള്ളവും വളമൊക്കെ വലിച്ചെടുക്കണ പോലെ തന്നെയാണ് എന്ത് ഈ ഹൈഫെ അല്ലെങ്കിൽ മൈസീലിയൊക്കെ ഇതിനെയും ഹെൽപ്പ് ചെയ്യുന്നു, ഫംഗസിനെയും ഹെൽപ്പ് ചെയ്യുന്നത്. റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അത് എന്ത് ചെയ്യും ബ്രെഡിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് എന്ത് സെക്രീറ്റ് ചെയ്യും ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രീറ്റ് ചെയ്യും. ഡൈജസ്റ്റീവ് നേരത്തെ ഈസ്റ്റിൽ പറഞ്ഞില്ലേ, ഈസ്റ്റിലും അത് അതിന്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇൻവേർട്ടേഴ്സും സൂക്രേസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അത് തന്നെയാണ് ഇത് ഡൈജസ്റ്റീവ് എൻസൈംസ്. അങ്ങനെ ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രീറ്റ് ചെയ്തിട്ട് എന്ത് അബ്സോർബ് ചെയ്യും അതിന്റെ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് അബ്സോർബ് ചെയ്യും. അപ്പം ഇത് എന്താണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ പുറത്ത് വെച്ച് നടക്കുന്ന ഡൈജഷൻ ആണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഹ്യൂമൻസിന് നമുക്കൊക്കെ എന്താ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. നമ്മളെ സ്റ്റൊമക്കിന് ഉള്ളിൽ വെച്ചിട്ടല്ലേ നമുക്ക് ഡൈജഷൻ നടക്കുന്നത്. നമ്മളല്ലാതെ പുറത്തോട്ട് എൻസൈംസിനെ സെക്രീറ്റ് ചെയ്ത് നമ്മൾ നമ്മളെ മുമ്പിൽ പ്ലേറ്റിൽ ഫുഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റിലോട്ട് നേരെ ഇത് സെക്രീറ്റ് ചെയ്യല്ല. എൻസൈം സെക്രീറ്റ് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ ഡൈജസ്റ്റഡ് ഫോമിലുള്ള ഫുഡിനെ അല്ലല്ലോ നമ്മൾ എടുക്കുന്നത്, നമ്മൾ കഴിക്കണത്. നമ്മൾ നേരെ ഫുഡ് കഴിക്കുന്നു, ഫുഡ് ഇൻജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഉള്ളിൽ പോയിട്ട് നമ്മളെ സ്റ്റൊമക്കിൽ നിന്നാണ് ബാക്കി ഡൈജഷൻ ഒക്കെ നടക്കുന്നത്. ഫസ്റ്റ് കുറച്ച് ഡൈജഷൻ നമ്മളെ മൗത്തിൽ നടക്കും, പിന്നെ ബാക്കിയൊക്കെ സ്റ്റൊമക്ക് ഇൻഡസ്റ്റൈനൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതെന്താണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. പക്ഷെ ഫംഗസിലൊക്കെ എന്താണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. ഈ ഫംഗസിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ല ഡൈജഷൻ നടക്കുക, പുറത്ത് വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്. അതാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പം എന്താണ് എൻസൈംസിൽ എന്താണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. അപ്പം സെക്രീറ്റ് ഡൈജസ്റ്റീവ് എൻസൈംസ്. ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രീറ്റ് ചെയ്തിട്ട് അവരുടെ ഡൈജസ്റ്റഡ് ഫുഡ് അബ്സോർബ് ചെയ്യും. അതാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. അപ്പം ഈ കാണുന്നില്ലേ, ഇതാണ് എന്ത് നമ്മളെ ബ്രെഡ് മോൾഡിന്റെ സ്ട്രക്ചർ ആണ് കാണുന്നത്. അപ്പം എന്തൊക്കെ ഉണ്ട് ഇതിന് ഹൈഫെ ഉണ്ട്, മൈസീലിയം. ഈ മൈസീലിയത്തിലെ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് അതിനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ബ്രെഡിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങി ചെല്ലുന്ന സ്ട്രക്ചറാണ് എന്ത് റൈസോയിഡ്സ്. ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് റൈസോയിഡ്സ്. പിന്നെ ഈ മൈസീലിയത്തിനെയും ഈ കാണുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ അതാണ് എന്ത് സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയത്തിലാണ് എന്ത് ഫോം ചെയ്യുന്നത് സ്പോർസ് ഫോം ചെയ്യുന്നത്. ഈ സ്പോർസ് ആണ് പിന്നെ വേറൊരു ഫംഗസ് ആയിട്ട് മാറുന്നത്. പറഞ്ഞില്ലേ സ്പോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു റീപ്രൊഡക്റ്റീവ് സെല്ലാണ്. അതിന് എന്തിന് കാപ്പബിലിറ്റി ഉണ്ട്, വേറൊരു പുതിയ ഫംഗസ് ആയിട്ട് മാറാനുള്ള കാപ്പബിലിറ്റി ഉള്ള സെല്ലിനെയാണ് സ്പോർസ് എന്ന് വിളിക്കുക. അപ്പം സ്പൊറാഞ്ചിയത്തിനകത്താണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യണത്. ഈ സ്പൊറാഞ്ചിയം ബേസ്ഡ് അത് പൊട്ടിയിട്ട് സ്പോർസ് പുറത്തു വരും. അങ്ങനെയാണ് സ്പോർസ് ഡിസ്പേഴ്സ് ആവണത്. അപ്പോൾ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് സ്പൊറാഞ്ചിയത്തിന് അകത്താണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പൊറാഞ്ചിയത്തിന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഈ സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ഉണ്ടല്ലോ അതാണ് സ്പൊറാഞ്ചിയോഫോർ. ഈ സ്പൊറാഞ്ചിയോഫോറിനെയും ഈ റൈസോയിഡ്സിനെയും ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അതിന് പറയുന്ന പേരാണ് സ്റ്റോളൻ. ഇത് സ്റ്റോളൻ ആണ്. ഇതൊക്കെ ഹൈഫയാണ്. ഈ ഹൈഫന്റെ ഓരോ പാർട്ടുകളാണ് ഇതൊക്കെ. ഈ ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അതിന് ഒരു വേറെ സെപ്പറേറ്റ് നെയിംസ് ആണ്. ഇവിടെ ഇതിന് അറ്റാച്ച് ചെയ്യുന്ന പാർട്ട് സ്റ്റോളന്, അടിയിലുള്ള പാർട്ട് റൈസോയിഡ്സ്, ഈ മുകൾക്ക് വരുന്ന ഈ പാർട്ടാണ് സ്പൊറാഞ്ചിയോഫോർ. സ്പൊറാഞ്ചിയോഫോറിനകത്ത് എന്താണ് സ്പൊറാഞ്ചിയം ഉണ്ട്. സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്പൊറാഞ്ചിയത്തിന്റെ പിന്നെ ഈ ഇവിടെ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ അതെന്താണ് കൊഴുമല്ല. ആ പോർഷന് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടോ? അത് കാണുന്നില്ല. ഇല്ല. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണതൊക്കെ. പിക്ചർ കാണുന്നുണ്ട്. ഞാൻ കാണിക്കണൊന്നും കാണുന്നില്ല അല്ലെ? അല്ല, പിക്ചർ കാണുന്നുണ്ട്. ബട്ട് പിക്ചർ കാണുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ പോയിന്റ് ചെയ്ത് കാണിക്കണം നിങ്ങൾക്ക് കാണുന്നില്ല അല്ലെ? കാണില്ല. അത് ഇതില്
ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻസ് എവിടെയാണെന്ന് വൈറ്റ് ബോർഡ് എടുക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. വൈറ്റ് ബോർഡ് എടുത്താല് നമുക്ക് പിക്ചേഴ്സ് ഈ പിക്ചറൊന്നും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് എഴുതാനൊക്കെ അല്ലേ പറ്റുള്ളൂ. അതെ അതെ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ശരിയാക്കാം കേട്ടോ. ഇപ്പൊ എനിക്ക് എങ്ങനെയാന്ന് അറിയില്ല, നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ എന്റെ മൗസിന്റെ കേഴ്സർ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയണതൊക്കെ. നിങ്ങൾക്ക് അത് കാണുന്നില്ല അല്ലേ? അതെ അതെ. അല്ല, മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം മനസ്സിലായി. മാം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ പിക്ചർ നോക്കട്ടെ ഞാൻ വായിക്കുമ്പോൾ പോയിന്റ് മനസ്സിലായിട്ടുണ്ട്. ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല അത്. ഞാൻ ഈ മൗസിന്റെ ഇത് നിങ്ങൾക്ക് കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ശരിയാക്കാം കേട്ടോ. ചാവോ. അപ്പം അപ്പൊ എന്താണ് ഈ സ്പൊറാഞ്ചിയത്തിന്റെ അകത്തുള്ള ഈ പോർഷൻ ആണ് എന്ത്? കൊളുമെല്ല. ഈ കൊളുമെല്ല ഈ ഈ സ്പോസിന്റെയും ഈ സ്പൊറാഞ്ചിയോഫോസിന്റെ ഇടയിൽ ന്യൂട്രിയൻസിനും വാട്ടറൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് എന്ത്? കൊളുമെല്ല. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന പോർഷൻ ആണ് കൊളുമെല്ല. അപ്പം ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. ഈ ഗ്രേയിഷ് ബ്ലാക്ക് കളർ ഓഫ് ദ മോൾഡ് ഡെവലപ്സ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സ്പൊറാഞ്ചിയം. ഈ സ്പൊറാഞ്ചിയം ത്തിന്റെ ഫോർമേഷൻ, സ്പൊറാഞ്ചിയം ഫോം ചെയ്തിട്ട് അത് റപ്ചർ, അത് പൊട്ടിയിട്ട് എന്ത് ഫോം ചെയ്യും? സ്പോസ് ഫോം ചെയ്യും. ആ സ്പോസ് ഫോർമേഷൻ കാരണമാണ് എന്ത് കളറായിട്ട് നമുക്ക് കാണുന്നത്? ഗ്രേയിഷ് ബ്ലാക്ക് കളറായിട്ട്. അങ്ങനെയാണ് നമുക്ക് ബ്രെഡ് ഫംഗസ് ബാധിച്ച ബ്രെഡ് നമുക്ക് ഗ്രേയിഷ് ബ്ലാക്ക് കളറായിട്ട് കാണുന്നത്. ഈ സ്പോസ് ഫോർമേഷൻ കാരണമാണ് നമുക്ക് അങ്ങനെ കാണുന്നത്. സ്പോസ് സ്കാറ്റർ ബൈ വിൻഡ് ആൻഡ് ജെർമിനേറ്റ് ആഫ്റ്റർ ഫാളിംഗ് ഓൺ എ സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റ്. അപ്പം വിൻഡുമായി അത് സ്കാറ്റർ ചെയ്യും. അതിന് പിന്നെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് കിട്ടുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഫംഗസ് നെറ്റ്വർക്ക് ഫോം ചെയ്യും. അപ്പം ഇതാണ് ഇതിന്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? സ്പോസ് ഫോം ചെയ്തിട്ട്, സ്പോസ് ഫോർമേഷൻ വഴിയാണ് അതിന്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ അതിന്റെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. പിന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നെക്സ്റ്റ് എന്താണ് അതിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നോക്കാം. അപ്പം ഈ പിക്ചറിൽ കാണാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. മാം, ഒരു ക്വസ്റ്റ്യൻ. ഇത് ബ്രെഡിലേക്ക് വരുന്ന ഈ ഫംഗസിന്റെ അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് ശരിക്ക്? അതിൽ റീപ്രൊഡക്ഷൻ ഒക്കെ മനസ്സിലായി. അതിൽ സോഴ്സ് എങ്ങനെയായിരിക്കും? അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെ? ക്ലിയർ ആയില്ല. റീപ്രൊഡക്ഷൻ ഒക്കെ മനസ്സിലായി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ സ്പൊറാഞ്ചിയം അങ്ങനെ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഇതിന്റെ സോഴ്സ് എന്താണ്? എന്താണ് ഇതിന്റെ ട്രിഗർ? എന്താണ്? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഒരു ബ്രെഡില്? ബ്രെഡിലോ? അതായത് ഹ്യൂമിഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഫംഗസ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പം വേറെ നമ്മളെ എയറിലൂടെ വിൻഡിലൂടെ ഒക്കെയാണ് ഇത് വരുന്നത്. അപ്പം ഒരു ബ്രെഡ് സ്ലൈസില് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോ സ്പോസ് ഉണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞില്ലേ സ്പോസ് ഫോം ചെയ്തു. അപ്പം വേറെ മുന്നേ എവിടെയോ ഫോം ചെയ്ത സ്പോസ് വന്നിട്ടാണ് പുതിയ ഒരു കോളനിയോടെ ഫോം ചെയ്യാണ്. ആ സ്പോസ് വേറെ എവിടെന്നെങ്കിലും വന്നതാവാം, വിൻഡിലൂടെ ഒക്കെ ഡിസ്പേഴ്സ് ചെയ്തിട്ട് വരാം. അപ്പം വേറൊരു സബ്സ്ട്രേറ്റ് കിട്ടണം, അതിനൊരു പുതിയ എൻവയോൺമെന്റ് കിട്ടുകയാണ് ഈ ബ്രെഡില്. അപ്പം ബ്രെഡിന് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കിട്ടുമ്പോൾ ഈ സ്പോസ് ഇങ്ങനെ വേറെ ഫോം ചെയ്ത സ്പോസ് ഉണ്ടല്ലോ, അതിന് ആ സ്പോസ് എങ്ങനെയാ വിൻഡിലൂടെ ഡിസ്പേഴ്സ് ചെയ്തിട്ടൊക്കെ ഇതിലെത്തിയിട്ട് പിന്നെ അത് ഗ്രോ ചെയ്തിട്ട് പുതിയത് ഫോം ചെയ്യും, പുതിയ കോളനി ഫോം ചെയ്യും. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ കെട്ടിവെച്ചാല് സാധ്യത കുറവാണ് അല്ലെ? എങ്ങനെ? നമ്മള് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് കെട്ടി മൂടി വെച്ച് കഴിഞ്ഞാല് സാധ്യത കുറവാണെന്നും കൂടി ഒരു കുറവാണ്. നമ്മളിപ്പോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലൊക്കെ പെട്ടെന്ന് അങ്ങനെ വരൂലല്ലോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നമ്മൾ പുറത്ത് വെച്ചാലല്ലേ ബ്രെഡൊക്കെ പെട്ടെന്ന് കേടുവരുള്ളൂ. പെട്ടെന്ന്, അതായത് കേടുവരാ മീൻസ് ഫംഗസ് വരുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വരാറില്ല. അതെന്തുകൊണ്ടാണ്? പെട്ടെന്ന് അതിന് സ്പോസ് ഒക്കെ നമ്മള് വിൻഡിലും എയറിലൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിന് ഈ ബ്രെഡിലോട്ട് പെട്ടെന്ന് അങ്ങനെ കയറി വളരാനൊന്നും പറ്റൂല. ആ ബ്രെഡ് അതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ് അവിടെ ഉണ്ടാവുമ്പോഴാണ് സ്പോസ് അവിടെ വന്നിട്ട് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലായില്ലേ? ഇതിനുള്ള രോഗങ്ങളോ അങ്ങനെ അപകടകാരിയാണോ അത്?
ട്രൂ ആണ്. ഡിസീസ് കോസിങ് ആണ്. നമ്മള് ഫംഗസ് വന്ന ബ്രെഡൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. ഫംഗസ്, കുറെ ഫംഗസ് ഉണ്ട് ഡിസീസ് കോസ് ചെയ്യുന്നത്. ഫംഗസ് വന്ന ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ എന്താണ്, നമുക്ക് ഇൻഫെക്ഷനും ഒക്കെ വരും. കുറെ ഫംഗസ് ഉണ്ട് എങ്ങനെ നമുക്ക് ഡിസീസസ് കോസ് ചെയ്യുന്ന ഫംഗസും ഉണ്ട്, കോസ് ചെയ്യാത്തവരും ഉണ്ട്, ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, ക്ലിയർ. അപ്പം എന്താണ് ദിസ് ഈസ് ദ സെക്ഷുവൽ. അപ്പം നമ്മൾ പറയുന്നതിന്റെ സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അത് എങ്ങനെയാണ് നടക്കുന്നത്? ബൈ കോൺജുഗേഷൻ ആണ്. കോൺജുഗേഷൻ ബിറ്റ്വീൻ ടു നെയ്ബറിംഗ് ഐഫ, രണ്ട് അടുത്തടുത്ത് വരുന്ന ഐഫേഴ്സ്. ഐഫ മീൻസ് അതിന്റെ ആ ഒരു ഫിലമെന്റ് സ്ട്രക്ചേഴ്സ്. രണ്ട് ഫംഗസിന്റെ ഐഫേഴ്സ് എന്താവും? ഐഫേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റിൽ വരും, അടുത്തടുത്ത് വരും. അതാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ആ കോൺജുഗേറ്റഡ് എന്ന വാക്ക് വരുന്നത് അതിനാണ്. അത് അടുത്തടുത്ത് വരും, അതാണ് ആ കോൺജുഗേഷൻ. അപ്പം അങ്ങനെ അടുത്തടുത്ത് വരുമ്പോ അടുത്തടുത്ത് വന്നിട്ട് എന്താവും? തമ്മിലൊരു കോണ്ടാക്ട് വരും. കോണ്ടാക്ട് വന്നിട്ട് ആ നെയ്ബറിംഗ് ഐഫേഴ്സ് തമ്മിൽ കോണ്ടാക്ട് വന്നിട്ട് അവര് എന്ത് ഫോം ചെയ്യും? ഗാമേറ്റ്സ് ഫോം ചെയ്യും. ഗാമേറ്റ്സ് ഫോം ചെയ്തിട്ട് ആ ഗാമേറ്റ്സ് പിന്നെ എന്താവും? അത് ഫ്യൂസ് ചെയ്തിട്ട്, ആ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യും. ആ സൈഗോട്ട് പിന്നെ എന്തായിട്ട് മാറും? സൈഗോസ്പോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. സൈഗോസ്പോർ ആയിട്ട് മാറും. ആ സൈഗോസ്പോറിന്നാണ് പിന്നെ എന്തുണ്ടാവണത്? ഈ സ്പോർസ് ഫോം ചെയ്യണത്. സൈഗോസ്പോറിന്ന് എന്ത് ഫോം ചെയ്യും? സ്പോർസ് ഫോം ചെയ്യും. അപ്പം എന്താണ്? ഈ കോൺജുഗേഷൻ നടന്നിട്ട് സൈഗോസ്പോർ ഫോം ചെയ്തു. ഈ സൈഗോസ്പോർ ഫോം ചെയ്തിട്ട് എന്താണ്? ഒരു പീരിയഡ് ഓഫ് റെസ്റ്റ് കഴിഞ്ഞാല് അത് മിയോസിസ്, അതിനെന്ത് നടക്കും? മിയോസിസ് നടക്കും. പിന്നെ മൈറ്റോസിസ് നടക്കും. മിയോസിസ് നടന്നിട്ട് പിന്നെ സെവറൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നടക്കും. ആ മൈറ്റോട്ടിക്, അപ്പം സൈഗോസ്പോർ ഫോം ചെയ്യുന്നതിന് പിന്നെ എന്ത് നടക്കുന്നുണ്ട്? മിയോസിസ് നടക്കും. മിയോസിസ് നടന്നിട്ട് പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് നടക്കും? മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നിട്ട് എന്താവും? ഈ സൈഗോട്ടൊക്കെ ഡിപ്ലോയിഡ് ആണ്. സൈഗോസ്പോർ ഇതൊക്കെ എന്താണ്? ഗാമേറ്റ്സ് ഹാപ്ലോയിഡ് ആയിരിക്കും. ഗാമേറ്റ്സ് ഹാപ്ലോയിഡ് ആയാലേ, രണ്ട് ഗാമേറ്റ്സ് ഹാപ്ലോയിഡ് ആകുമ്പോൾ അത് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? സൈഗോട്ട് ഉണ്ടാവുന്നത്. അപ്പം സൈഗോട്ട് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ഗാമേറ്റ്സിൽ എപ്പോഴും ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. അപ്പം രണ്ട് സൈഗോട്ടും ഹാപ്ലോയിഡ് ആയാലും അത് ഫ്യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്താണോ അത് ഡിപ്ലോയിഡ് ആവുള്ളൂ. അപ്പം ഗാമേറ്റ്സ് ഹാപ്ലോയിഡ് ആണ്. ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. ഡിപ്ലോയിഡ് സൈഗോട്ട് എന്താവും? ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. ഡിപ്ലോയിഡ് സൈഗോട്ട് എന്തായിട്ട് മാറും? സൈഗോസ്പോർ ആയിട്ട് മാറും. പിന്നെ മിയോസിസും മൈറ്റോസിസും നടന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സ്പൊറാഞ്ചിയം, ഹാവിങ് എ ലാർജ് നമ്പർ ഓഫ് ഹാപ്ലോയിഡ് യൂണിസെല്ലുലാർ സ്പോർസ്. ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? സ്പൊറാഞ്ചിയം ഫോം ചെയ്യും. ഈ സ്പൊറാഞ്ചിയത്തിനകത്താണ് എന്തുണ്ടാവുക? സ്പോർസ് ഫോം ചെയ്യുന്നത്. സ്പൊറാഞ്ചിയം ഡിഫേഴ്സ് ഫ്രം അസെക്ഷൽ സ്പൊറാഞ്ചിയം. അസെക്ഷൽ സ്പൊറാഞ്ചിയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്പൊറാഞ്ചിയാണിത്. അതായത് നേരത്തെ പറഞ്ഞ സ്പൊറാഞ്ചിയത്തിൽ എന്തുണ്ടായിരുന്നു? ഇവിടെ ഒരു കൊളുമല്ല സ്ട്രക്ചർ ഉണ്ട് അല്ലെ? അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറഞ്ഞ സ്പൊറാഞ്ചിയത്തിന് എന്തുണ്ട്? കൊളുമല്ല സ്ട്രക്ചർ ഉണ്ട്. ബട്ട് ഇവിടെ എന്തില്ല? ഇവിടെ ആ കൊളുമല്ല സ്ട്രക്ചർ ഇല്ല. ഈ സ്പൊറാഞ്ചിയത്തിന് എന്തില്ല? കൊളുമല്ല സ്ട്രക്ചർ ഇല്ല. പിന്നെ ഈ ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് സ്പൊറാഞ്ചിയം രണ്ടും സെയിം തന്നെ അല്ലേ? സെയിം ആണ്. രണ്ടും സെയിം ഫംഗസ് ആണല്ലോ അല്ലെ? സെയിം ഫംഗസിന്റെ ആണ് പറയുന്നത്. ബ്രെഡ് മോൾഡിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷനും അതിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അത് അസെക്ഷലി ഫോം ചെയ്യുന്ന സ്പ്രെഡ് ആവുന്ന ഈ സ്പൊറാഞ്ചിയാണോ? ഈ വെന്റിലൂടെ ഒക്കെ സ്പ്രെഡ് ആവുന്ന പറഞ്ഞ സംഗതി ഈ സ്പൊറാഞ്ചിയല്ല. സ്പൊറാഞ്ചിയം അത് പൊട്ടിയിട്ട് അത് ബേസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പോർസ് ആണ് എന്ത്? അതാണ് വിൻഡിലൂടെ ഡിസ്പേഴ്സ് ആവുന്നത്. അതിൽ നിന്നാണ് പിന്നെ പുതിയ ഫംഗസ് ഉണ്ടായി വരിക. സ്പൊറാഞ്ചിയം അതിനെ ക്യാരി ചെയ്യുന്ന ആ സ്ട്രക്ചർ ആണ് സ്പൊറാഞ്ചിയം എന്ന് പറയുക. അതിനുള്ളിലാണ് എന്തുണ്ടാവുക? സ്പോർസ് ഉണ്ടാവുക. നേരത്തെ കാണിച്ച പിക്ചറിൽ ഈ സസ്പെൻസർ അത് ഏത് ഭാഗത്താണെന്ന് അതില് കാണിക്കുന്നുണ്ട്? അത്
രണ്ട് ഏത് സൈഡിൽ ഭാഗം? സ്പൊറാഞ്ചി ആണോ ചോദിച്ചത്? അതെ, സസ്പെൻസർ എന്ന് പറഞ്ഞ ആ ഭാഗം ഏതാണ് നിങ്ങൾ ഈ ബ്രെഡിനുമായി കാണിക്കുന്ന ഈ പിക്ചറിലുണ്ടോ? അതായത് ഈ ഭാഗമാണ് ചോദിക്കണത്. ഇതിൽ കാണുന്ന സസ്പെൻസ്. ABCDE സസ്പെൻസ് എന്നുള്ള എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആ ഒരു പാർട്ടിനെയാണ്. ഐഫല്ലേ ആ ആ ആ ഒരു ഭാഗമാണ് അതിന്റെ ഒരു അങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്തെന്ന സ്ട്രക്ചർ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. മറ്റേത് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഇത് സെക്ഷൽ ആ ഭാഗങ്ങളെ കുറിച്ച് ഫസ്റ്റ് പിക്ചറിൽ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, മറ്റേതിൽ കാണിക്കണില്ല. ഇത് ആ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലേ? ശരി ശരി. അപ്പം സ്പോസ് എന്താണ്? സ്പോസ് എവിടെയാണ് ഉണ്ടാകുന്നത്? സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് ഈ സ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം സ്പൊറാഞ്ചിയം ബേസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സ്പോസ് പുറത്തോട്ട് വരിക. ആ പുറത്തോട്ട് വന്നിട്ട് പിന്നെ അത് വിൻഡിലൂടെ ഒക്കെ ഡിസ്പേഴ്സ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യണത്? പുതിയ മൈസീരിയം, അത് പുതിയ ഫംഗസ് ഫോം ചെയ്യണത്. അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് കിട്ടുമ്പോഴാണ് അത് പിന്നെ ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അതുവരെ അത് ആ സ്പോസ് ആയിട്ട് തന്നെ നിൽക്കും. അതിന് എപ്പോഴാണോ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷന് കിട്ടുന്നത് അപ്പൊ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ? പുതിയ ഫംഗസ് ആയിട്ട് മാറുള്ളൂ. അതുവരെ അതിന് ആ സ്പോസ് ആയിട്ട് തന്നെ നിൽക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, ഓക്കെ. അതാണ് എന്ത്? ഇതാണ് സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അത്രേ ഉള്ളൂ. ഈ ബ്രെഡ് മോൾഡിന്റെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും. പിന്നെ ഒരു ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് പറയുന്നത്. ഹ്യൂമൻസിൽ കാണുന്ന സ്കിൻ ഡിസീസ് ഒക്കെ ഈ പിക്ചറിൽ കാണില്ലേ? റിംഗ് വേം ആൻഡ് അത്ലറ്റ്സ് ഫൂട്ട്. ഈ ഹാൻഡിൽ കാണുന്നത് റിംഗ് വേം കോസ് ചെയ്യുന്ന ഒരു റിംഗ് വേം ഡിസീസ് ആണ്. ഒരു ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് റിംഗ് വേം ഡിസീസ്. പിന്നെ അതുപോലെ തന്നെ ഫംഗസ് ആണോ? എങ്ങനെ? ഡാൻഡ്രഫ് ഫംഗസ് ആണോ? ഡാൻഡ്രഫ് ഫംഗസ് ആണ്. നമ്മളെ തലയിലുള്ള താരനല്ലേ, അതെ അതെ. അത് ഫംഗസ് ആണ്. ഒരു ടൈപ്പ് ഓഫ് ഫംഗസ് തന്നെയാണത്. അപ്പം റിംഗ് വേം, അത്ലറ്റ്സ് ഫൂട്ട് ഈ പിക്ചറിൽ കാണുന്ന രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നതാണ് അത്ലറ്റ്സ് ഫൂട്ട്. മുകളിൽ കാണുന്നത് റിംഗ് വേം ഡിസീസ്. ഹ്യൂമൻസിൽ കോസ് ചെയ്യുന്നതാണ് റിംഗ് വേംസും അത്ലറ്റ്സ് ഫൂട്ടും. ദേ ആർ കോസ്ഡ് ബൈ ദി ഫംഗസ്. ഈ അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നത് അത്ലറ്റ്സ് ഒക്കെ എപ്പോഴും ഒരു ഡാമ്പ് നനഞ്ഞ സ്ഥലത്തൊക്കെ അല്ല അവരെപ്പോഴും അവരൊരു ഏരിയ അവിടെയാണല്ലോ. അപ്പം അവർക്ക് എപ്പോഴും ഈ ഫംഗസ് കോസ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് കോമൺലി അവർക്ക് കാണുന്ന ഒരു ഡിസീസ് ആയതുകൊണ്ടാണ് ഇതിനങ്ങനെ അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയാൻ കാരണം. പിന്നെ ഇത് മുകളിൽ കാണുന്ന ഈ പിക്ചർ ഉണ്ടല്ലോ, അത് ആ ഫംഗസ് ഇങ്ങനെ കോസ് ചെയ്താൽ ഇങ്ങനെ റിങ് പോലത്തെ ഇത് കാണാം. റെഡിഷ് കളർ റിങ് ആയിട്ട് കാണും. അതുകൊണ്ടാണ് റിംഗ് വേം ഡിസീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഫംഗസ് കോസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പിന്നെ ഒരു റിംഗ് വോം ഒക്കെ പറഞ്ഞാൽ ഇപ്പൊ അത് ഫംഗസ് കൊണ്ടുള്ള ഒരു ഡിസീസ് ആണ് അല്ലെ? സ്കിൻ അതെ, ഡിസീസ്. സ്കിൻ ഡിസീസ് ആണ്. അതിന് റിംഗ് നമ്മളിപ്പോ ബാക്ടീരിയൽ ഡിസീസിനൊക്കെ ആന്റിബയോട്ടിക് കഴിക്കുന്ന പോലെ ഇതിനതുപോലെ ആന്റി ഫംഗസ് അങ്ങനെ എന്തെങ്കിലും മരുന്നുകളായിരിക്കണം അല്ലെ? അതുണ്ട്. ആന്റി ഫംഗൽ അങ്ങനത്തെ ആന്റി ബാക്ടീരിയൽ ഉള്ളത് പോലെ തന്നെ ആന്റി ഫംഗലും ഉണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണത്. ഓരോ ഡിസീസിനെ ട്രീറ്റ്മെന്റ് ചെയ്യണത് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ പറയണുള്ളൂ. ഇനി ഞാൻ ഇതിൽ പറയാം ബെനിഫിഷ്യൽ ഫംഗസ്. ഇനി നെക്സ്റ്റ് ആണ് ബെനിഫിഷ്യൽ ഫംഗസ്. ഈ ഫംഗസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഇല്ല, ജസ്റ്റ് ഇതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ഇത്ര തന്നെ ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റില്. ജസ്റ്റ് അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചാല് ഒക്കെ ഈ അതിന്റെ കുറച്ച് പറഞ്ഞ ജസ്റ്റ് ആ പേര് മാത്രം പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ചെവിമേല് വരുന്ന ചില കേസ് ഉണ്ടല്ലോ, അതന്നെ ചെവിമേല് വരുന്ന ചില ഇയർ ഇൻഫെക്ഷൻസും ഒക്കെ എന്ത് ഫംഗസ് കോസ് ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷൻ ഒക്കെ ചില ഇയർ ഇൻഫെക്ഷൻസ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ട് ഫംഗസ്. ഏതാന്നൊന്നും നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കോസ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറയുന്നുള്ളൂ. ഇത്ര പഠിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല.
ജസ്റ്റ് ഈ പേരും അത് മാത്രം പഠിച്ചാൽ മതി. എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള ഫംഗസ് എഴുതുക, പേര് എഴുതുക, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതുക, പിന്നെന്താ ബെനിഫിഷ്യൽ ഫംഗസ് എന്താ എഴുതുക, അതിനെ കുറിച്ച് എഴുതുക, അത്ര പഠിച്ചാൽ മതി. ഓക്കെ. ബെനിഫിഷ്യൽ ഫംഗ് എന്തൊക്കെയാണ്? നമ്മൾ പറയാൻ പോകുന്നതാണ് ബെനിഫിഷ്യൽ ഫംഗസ്. അപ്പോൾ ബെനിഫിഷ്യൽ ഫംഗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവണം, ബെനിഫിറ്റ്സ് തരുന്ന ഫംഗസ് ആണ്. നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള ബെനിഫിറ്റ്സ്, എന്തെങ്കിലും നമുക്ക് ഉപകാരമായിട്ടുള്ള ഫംഗസ് ആണ് എന്ത് ബെനിഫിഷ്യൽ ഫംഗസ്. അപ്പം അതേ കുറച്ച് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് മഷ്റൂം നമ്മൾ കഴിക്കാറില്ലേ, എഡിബിൾ. മഷ്റൂംസ് ആർ എഡിബിൾ. എല്ലാ മഷ്റൂംസും ഒന്നും എഡിബിൾ അല്ല, പക്ഷെ ചില മഷ്റൂംസ് ഒക്കെ എഡിബിൾ ആണ്. മഷ്റൂം ശരിക്ക് ഫംഗസിന്റെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന? ഫംഗസിന്റെ കാരണം കൊണ്ടല്ല, മഷ്റൂം ഒരു ഫംഗസ് ആണ്, കൂണൊരു ഫംഗസ് ആണ്. അതൊരു ഫംഗസ് നമ്മൾ വിചാരിക്കും അത് പ്ലാന്റ്, നമ്മൾ എന്താ വിചാരിക്കുക, നമ്മള് കാണുമ്പോ എന്താ വിചാരിക്കുക അത് പ്ലാന്റിലുള്ളതാണെന്നല്ലേ വിചാരിക്കുക. അതിന്റെ സ്ട്രക്ചർ എന്ത് പണ്ട് ഇടി വെട്ടുമ്പോ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ചില ടൈപ്സ് ഓഫ് മഷ്റൂംസ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, അങ്ങനെ പറയാറുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അത് എനിക്ക് അറിയൂല. പക്ഷെ മഷ്റൂംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗസ് ആണ്. അത് നമ്മൾ വിചാരിക്കും അത് പ്ലാന്റിൽ പെട്ടതാണെന്ന്, പക്ഷെ നമ്മള് പുറത്ത് മുറ്റത്ത് നമ്മള് മണ്ണിലൊക്കെ ഈ പഴയ മരത്തുമ്മലും അങ്ങനെയൊക്കെ കാണുമല്ലേ മഷ്റൂംസ്. അപ്പം നമ്മൾ വിചാരിക്കും അത് പ്ലാന്റ്സിൽ പെട്ടതാണെന്ന്, പക്ഷെ ആക്ച്വലി എന്താണ്, മഷ്റൂം ഒരു ഫംഗസ് ആണ്. അതൊരു ഫംഗസ് ആണ്. ആ സ്ട്രക്ചർ ഇറ്റ്സെൽഫ് അതൊരു ഫംഗസ് ആണ്, പ്ലാന്റ് അല്ല. അപ്പം മഷ്റൂംസ് എന്താണ്, നമുക്ക് ബെനിഫിറ്റ് അല്ലേ, നമുക്ക് കഴിക്കാൻ പറ്റൂലേ, എഡിബിൾ അല്ലേ. എഡിബിൾ ഫംഗസ് ആണ്. അപ്പൊ എഡിബിൾ ആണ്. അതായത് ചില ഫംഗസ് ഇട്ട് എല്ലാതും എഡിബിൾ ഒന്നല്ല. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ടോഡ്സ്റ്റൂൾസ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ പിക്ചർ കാണിച്ചു തന്നില്ലേ. ടോഡ്സ്റ്റൂൾസ് എന്താണ്, ടോഡ്സ്റ്റൂൾസ് കണ്ടാ മഷ്റൂംസിനെ പോലെ തന്നെ ഇരിക്കും, ബട്ട് ദേ ആർ നല്ല പോയിസണസ് ആയിട്ടുള്ളതാണ്, അതൊന്നും എഡിബിൾ അല്ല. അപ്പം മഷ്റൂംസ് ഒക്കെ കഴിക്കുമ്പോ എന്താണ്, നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമ്മള് വെറുതെ ഈ തൊടുവിൽ കാണുന്നതൊക്കെ പോയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റില്ല. ലാബ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ ചിലപ്പോ കണ്ടാൽ മനസ്സിലാവും ഏതാണ് എഡിബിൾ ഏതാണ് എഡിബിൾ അല്ലാത്തത് എന്നൊക്കെ. നമുക്കാണ് അറിയാത്തത്, നമുക്ക് അതിനെ കുറിച്ച് അറിയൂല. എനിക്കറിയൂല, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടാ ഇത് ഏതാ എഡിബിൾ ഏതാ എഡിബിൾ അല്ലാത്തതെന്നും എനിക്ക് മനസ്സിലാവും. പഴമക്കാർക്ക് മനസ്സിലാകുന്നത് ആരെങ്കിലൊക്കെ പണ്ട് തട്ടിപ്പോയിട്ടുണ്ടാവും, പിന്നെ കഴിക്കണ്ടെന്ന് പറയണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും അവര് കണ്ടെത്തിയിട്ടുണ്ടാവുക, ഇത് കഴിക്കാൻ പറ്റും ഇത് കഴിക്കാൻ പറ്റൂല എന്നൊക്കെ. അപ്പം ചില മഷ്റൂംസ് എന്താണ്, എഡിബിൾ ആണ്. അപ്പൊ നമുക്കതൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, മഷ്റൂംസ് ആർ എഡിബിൾ. പിന്നെ നെക്സ്റ്റ് ഈസ്റ്റ് എന്താണ്, ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫെർമെന്റേഷൻ ഡ്യൂറിങ് ദി മാനുഫാക്ചറിങ് ഓഫ് ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിയറിന്റെ പ്രൊഡക്ഷനിൽ ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോയാ സോസിന്റെ പ്രിപ്പറേഷനിൽ ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ചീസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഈസ്റ്റ് ഒരു ഫംഗസ് ആണല്ലേ? ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. അപ്പൊ അതിന്റെ ഒരു പിന്നെ ജനറ്റിക് ചേഞ്ച് ആണ് പിന്നീട് വരുന്ന ബ്രെഡിൽ വരുന്ന ഫംഗസ് എന്ന് പറഞ്ഞൂടെ? എങ്ങനെ? ഈസ്റ്റ് ഒരു ഫംഗസ് ആണല്ലോ. ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. അത് ബ്രെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണല്ലോ. അതെ. അത് ത്രൂ ആണ് പിന്നീട് വരുന്ന പിന്നെ ബ്രെഡിൽ വരുന്ന ഫംഗസ് എന്ന് പറഞ്ഞൂടെ? അല്ലല്ല, ബ്രെഡിൽ വരുന്ന ഫംഗസ് വേറെയാണ്, അത് റൈസോപ്പസ്. ഈസ്റ്റ് വേറെ ഫംഗസ് ആണ്. ഈസ്റ്റ് അതിന്റെ പ്രൊഡക്ഷൻ സമയത്താണ് യൂസ് ചെയ്യുന്നത്. ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബ്രെഡിൽ ഈസ്റ്റ് ശരിക്കും കറക്റ്റ് നിൽക്കുന്ന അറിയില്ല, പക്ഷെ ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോ ഈസ്റ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അതിൽ ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഭയങ്കര പൊങ്ങി വരും. ഇപ്പൊ ദോശമാവൊക്കെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത്, ആ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ്റ്റ് എമിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ആ മാവൊക്കെ പൊങ്ങി വരുന്നത്. ആ ഒരു ഇതിനാണ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതും പിന്നെ ബ്രെഡിൽ വരുന്ന ഫംഗസും
അത് തമ്മിലൊരു ബന്ധമില്ല. അത് വേറെ ഫംഗസ് ആണ്, അത് വേറെ സ്പോറാണ്. അതും ഇതും തമ്മിലൊരു ബന്ധമൊന്നുമില്ല. അതിന്റെ രണ്ടിന്റെ സ്ട്രക്ചർ തന്നെ നല്ല ഡിഫറൻസ് ആണ്. ഈസ്റ്റിന്റെ സ്ട്രക്ചർ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഈസ്റ്റിന്റെ ഒരു സിംഗിൾ ഓവൽ ഷേപ്ഡ് സെല്ലാണ്. അതിന് അങ്ങനെ ഐഫേ മൈസീലിയം ആ ഒരു സ്ട്രക്ചറിലല്ല എന്ത് കാണുന്നത്, ഈസ്റ്റും റൈസോപ്പസ്. ബ്രെഡിൽ കാണുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ റൈസോപ്പസ് എന്താണ്, അതിന് റൈസോപ്പസിന് നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ എങ്ങനെയാണ്, ഹൈഫേ മൈസീലിയം ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഫംഗസ് ആ അത് പിന്നെ നാച്ചുറൽ ആണോ അതോ പിന്നീട് ഉണ്ടാക്കുന്നതാണോ, ആർട്ടിഫിഷ്യൽ ആണോ? ഈസ്റ്റ് നാച്ചുറലി ഉള്ള ഒരു ഫംഗസ് ആണ്. പക്ഷെ നമ്മള് ഈ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പം കൊമേഴ്ഷ്യലി നമ്മൾ വാങ്ങണ ഈസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ നാച്ചുറൽ കിട്ടുന്ന ഈസ്റ്റിനെ എടുത്തിട്ട് കൊമേഴ്ഷ്യലി അതിന്റെ സ്ട്രക്ചറൊക്കെ മാറ്റുന്നുണ്ട്. നമുക്ക് ഈസ്റ്റിനെ ശരിക്കും കാണാനൊന്നും പറ്റൊന്നുമില്ല. അതൊരു സിംഗിൾ സെല്ല് മൈക്രോസ്കോപ്പിക് ആണ്. പക്ഷെ നമ്മളിപ്പം വാങ്ങണ ഈസ്റ്റ് കണ്ടിട്ടില്ലേ, തരി പോലത്തെ സ്ട്രക്ചർ അല്ലേ. ആ അപ്പൊ അതില് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതങ്ങനെ കാണുന്ന ഫോമിൽ അത് ആ ഗ്രാന്യൂൾസ് ഉണ്ടല്ലോ, ആ ഒറ്റ ഗ്രാന്യൂൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ കുറേ ഈസ്റ്റ് സെല്ല് ഉണ്ട്. അപ്പൊ അതങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് അതാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ നമുക്ക് ഒറ്റ ഈസ്റ്റ് സെല്ല് എടുത്ത് നമുക്ക് നമ്മളെ കണ്ണോട് കാണാൻ കഴിയൊന്നുമില്ല. അപ്പം ഏകകോശാണല്ലോ അത്. ആ സിംഗിൾ സെല്ലഡ് ആണ്. അത് നമുക്ക് മൈക്രോസ്കോപ്പിൽ വെച്ച് മാത്രമേ നമുക്ക് ഒറ്റ ഈസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാ ഫംഗസും സിംഗിൾ സെല്ലാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, യൂണിസെല്ലുലാറും ഉണ്ട്. ഫംഗസ് എന്താണ്, യൂണിസെല്ലുലാറും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഉണ്ട്. അപ്പൊ അതാണ് ഈസ്റ്റ്. ഈസ്റ്റ് എന്തിനു യൂസ് ചെയ്യുന്നു, ഫെർമെന്റേഷൻ, ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് ഓഫ് ബ്രെഡ്, ബിയർ, സോയാ സോസ്, ചീസ്, വൈന്, ഇതിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒരു ബെനിഫിറ്റ് ആണ് എന്ത്, മൈക്കോറിസ ആർ ഫംഗൈ അസോസിയേറ്റഡ് വിത്ത് റൂട്ട്സ് ഓഫ് പ്ലാന്റ്. അതും നമുക്ക് ബെനിഫിറ്റ് ആണ്. എങ്ങനെയാണ് ബെനിഫിറ്റ്, ഈ പ്ലാന്റ് റൂട്ട്സിൽ ഫംഗസ് വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ല മൈക്കോറിസ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് പ്ലാന്റ്സ്, അസോസിയേഷനെ പറയുന്ന പേരാണ് മൈക്കോറിസ. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ്, ഈ പ്ലാന്റ് റൂട്ട്സിൽ ഫംഗസ് അസോസിയേഷൻ വന്നു കഴിഞ്ഞാല് എന്തുണ്ടാവും, അവർക്ക് നല്ലോണം ഈ ഫംഗസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ പ്ലാന്റ്സിന് എന്തുണ്ടാവും, നല്ല ഈൽഡ് കിട്ടും, നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പം അത് നമുക്ക് ബെനിഫിറ്റ് അല്ല. അതിന്റെ ഈൽഡ് നമ്മൾ തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പം നമുക്കതൊരു ബെനിഫിറ്റ് അല്ലേ. അപ്പം അങ്ങനെയും ഫംഗസ് ഹെൽപ്ഫുൾ ആണ്. മൈക്രോഹീസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ആണല്ലേ ഇത്? മൈക്രോറീസ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊരു അസോസിയേഷൻ, ആ അസോസിയേഷനെ വിളിക്കുന്ന പേരാണ്. അതൊരു ഫംഗസ് അല്ല, അത് ആ അസോസിയേഷന്റെ പേരാണ്. അതായത് ഈ ഫംഗസും ഈ പ്ലാന്റ് റൂട്ടും രണ്ടും കൂടിയുള്ള അസോസിയേഷന്റെ പേരാണ് ഫംഗസ്. ആ അസോസിയേഷനിൽ ഒരു ഫംഗസ് ഉണ്ട്. മനസ്സിലായോ? അതിന്റെ ബെനിഫിറ്റ് എന്താണ് മനസ്സിലായില്ല. ബെനിഫിറ്റ് അതായത് നമുക്കതിനിപ്പം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാവണതോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ടാവണതോ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാന്റ്സുമ്മലാണ് ഈ ഫംഗസ്, അതിന്റെ റൂട്ടുമ്മലാണ് ഈ ഫംഗസ് വന്നെന്ന് വിചാരിക്കുക. അപ്പം അതിന്റെ ബെനിഫിറ്റ് നമ്മക്കല്ലേ. ആ ഫംഗസ് ഈ റൂട്ട്സിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അതിനെ അബ്സോർബ് ചെയ്യാൻ, അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കാനൊക്കെ ആരെ ഹെൽപ്പ് ചെയ്യും, ഈ റൂട്ട്സിനെ ഹെൽപ്പ് ചെയ്യും ഫംഗസ്. അപ്പൊ പ്ലാന്റ് ഗ്രോത്ത് നല്ലോണം കൂടും. പ്ലാന്റ് ഗ്രോത്ത് കൂടും, അതിന്റെ ഈൽഡ് കൂടും, പ്രൊഡക്ഷൻ കൂടും. അപ്പൊ അത് നമുക്ക് ബെനിഫിറ്റ് അല്ലേ. ഓക്കെ. പിന്നെ ന്യൂറോസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ടൈപ്പ് ഓഫ് ഫംഗസ് ആണ്. അത് ജനറ്റിക്സിൽ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് ന്യൂറോസ്പോറ. അതായത് അതിന്റെ ലൈഫ് സൈക്കിൾ ഒക്കെ ഷോർട്ടാണ്. പിന്നെ അത് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ന്യൂറോസ്പോറ യൂസ് ചെയ്യുന്നത് ജനറ്റിക്സിലൊക്കെ. എന്ത് മനസ്സിലായില്ല ആ പോയിന്റ്. ന്യൂറോസ്പോറ അതൊരു ഫംഗസിന്റെ പേരാണ്, ന്യൂറോസ്പോറ. അത് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ആണ്. നമ്മളെ ക്രിട്ടിക്കൽ സ്റ്റഡി ഒക്കെ നടത്തുന്ന ഒരു ബ്രാഞ്ച് ആണ് ജനറ്റിക്സ്. അപ്പം അതില് ഒരു എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് ഈ ഫംഗസിനെ യൂസ് ചെയ്യും. അതിനെക്കുറിച്ച് പഠനം നടത്തും.
കുറെ ഓക്കെ. അതിന്റെ ജനറ്റിക്സ് നോക്കാൻ വേണ്ടിയിട്ട്, ജനറ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ജനറ്റിക്കൽ അനാലിസിസ് നമ്മളിപ്പോ ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് അങ്ങനത്തെ കണ്ടീഷൻസ് ഇതൊക്കെ ഇങ്ങനെ ഓരോ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തുന്നതല്ലേ. ഞാൻ പറഞ്ഞില്ല ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് അങ്ങനെ നമ്മൾ പിന്നെ ഓരോ ജീനിൽ വരുന്ന മാറ്റങ്ങള്, അങ്ങനെ കുറെ ജനറ്റിക്സിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കും ജീൻസിനെ കുറിച്ച്. ആ ബ്രാഞ്ചിന്റെ എക്സ്പെരിമെന്റിൽ ഉപയോഗിക്കുന്നതിന് അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ഒരു ഫംഗസ് ആണ് ന്യൂറോസ്പോറ. അപ്പം ഇതിന്റെ ലൈഫ് സൈക്കിൾ ഒക്കെ ഷോർട്ട് ആണ്, പെട്ടെന്ന് തന്നെ വളരും, അതിന്റെ ഗ്രോത്ത് നടക്കും. പിന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സുഖമാണ്, അതിന്റെ കൾച്ചറിങ് ഒക്കെ സുഖമാണ്. അപ്പം ഈസി ആയതുകൊണ്ട് തന്നെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് ന്യൂറോസ്പോറ. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ വാരിയസ് ആന്റിബയോട്ടിക്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ഫംഗസ്. നേരത്തെ ചോദിച്ചില്ലേ നമ്മള് ബാക്ടീരിയക്ക് ആന്റി ബാക്ടീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ഫംഗസിന് എന്താ ഉള്ളതെന്ന്, ഫംഗസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ആൻസർ ആണത്. ആന്റിബയോട്ടിക്സ് ഡിറൈവ് ചെയ്യുന്നുണ്ട് ഫംഗസ് നിന്ന്. കുറെ ആന്റിബയോട്ടിക്സ് ഡിറൈവ് ചെയ്യുന്നുണ്ട് ഫംഗസ്. ചില ഫംഗസ് നിന്നൊക്കെ നമുക്ക് ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ കഴിയും. അതിന് എക്സാമ്പിൾ ആണ് പെനിസിലിൻ. പെനിസിലിൻ അങ്ങനെ ഒരു ആന്റിബയോട്ടിക് ആണ്. അത് പെനിസില്ലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഇതിന്നാണ് ഒരു പെനിസില്ലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസ്, അതൊരു ഫംഗസിന്റെ പേരാണ്, സയന്റിഫിക് നെയിം ആണ് പെനിസില്ലിയം നൊട്ടേറ്റം. ഇതിന്ന് ഒപ്റ്റെയിൻ ചെയ്യണ എന്താണ് ഒരു ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പെനിസില്ലിൻ. അത് എന്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാം? ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യാം. ചില ഡിസീസ് ഒക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? ഈ പെനിസില്ലിന് യൂസ് ചെയ്യും. ഇത് ഒരു എക്സാമ്പിൾ ആണ്, അങ്ങനെ കുറെ ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ മാത്രമേ പഠിക്കാനുള്ളൂ, പെനിസില്ലിൻ. അപ്പം പെനിസില്ലിയം നൊട്ടേറ്റം അത് ആരാണ് ഡിസ്കവർ ചെയ്തത്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഡിസ്കവർ ചെയ്തത്. അപ്പം പെനിസില്ലിൻ വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം പെനിസില്ലിയം നൊട്ടേറ്റം. അതൊരു ആന്റിബയോട്ടിക് ആണ്, ഡിസീസസ് ഒക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത്രയുള്ള എന്ത് ബെനിഫിഷ്യൽ ഫംഗൈ. അപ്പം ഇത്രയുള്ളൂ നിങ്ങളെ എന്ത് കിങ്ഡം ഫംഗൈ അല്ലെങ്കിൽ ഫംഗൈ. പറഞ്ഞൊക്കെ മനസ്സിലായോ? സമയം കുറെ അല്ലേ? ക്ലിയർ അല്ലേ എന്ന് വിട്ടൊക്കെ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല, നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് വേറെ പുതിയ ചാപ്റ്റർ ആണ്, കിങ്ഡം പ്ലാന്റ് ആൻഡ് ആനിമേലിയെ. പ്ലാന്റ് ആൻഡ് ആനിമേലി അതാണ് അടുത്ത ചാപ്റ്റർ. അപ്പം ഡൗട്ട് മാം പറഞ്ഞല്ലോ നേരത്തെ ഫംഗസിന് പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എബിലിറ്റി ഉണ്ട് പറഞ്ഞല്ലോ. എല്ലാ ഫംഗസിനും ഉണ്ടോ അതോ ഒരു പർട്ടിക്കുലർ ഫംഗസിന് മാത്രമേ ഉള്ളൂ? റീപ്രൊഡക്ഷൻ നടന്നാലല്ലേ പുതിയ ഫംഗസ് ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവർക്കും റീപ്രൊഡക്റ്റീവ് കാപ്പബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. അതില് അസെക്ഷലും ഉണ്ട്, സെക്ഷലും ഉണ്ട്. ചിലവർക്ക് അസെക്ഷൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് സെക്ഷലും റീപ്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലവർക്ക് രണ്ടു മോഡും ഉണ്ടാവും. ഈസ്റ്റിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഈസ്റ്റ് വീണ്ടും അത് ഓട്ടോമാറ്റിക് ആയിട്ട് റീപ്രൊഡക്റ്റീവ് ആവും? ഈസ്റ്റിന്റെ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, ബൈ ബഡ്ഡിങ്. സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അത് റീപ്രൊഡ്യൂസ് ചെയ്യും. അതൊരു ലിവിങ് ഓർഗാനിസം അല്ലേ. അപ്പം അതിനതിന്റെ ബ്രെഡിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മാവിൽ ചേർത്ത് ബ്രെഡിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ ഓർഗാൻ അല്ല, പിന്നെ അത് നശിച്ചു എന്നാണ് അർത്ഥം. പിന്നെ ബ്രെഡിന്റെ മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിന്റെ ആ ഡോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മള് ബേക്ക് ചെയ്യുന്നില്ലേ നമ്മള്. അപ്പൊ പിന്നെ അത് അതില് ആക്റ്റീവ് ആയിരിക്കൊന്നുമില്ല. അത്രയും ചൂട് ഇതില് വെച്ചുണ്ടാക്കല്ലേ, അപ്പൊ പിന്നെ അത് ആക്റ്റീവ് ആയിരിക്കാനൊന്നും അതിന് കഴിയൂല. ഒരു സെർട്ടൈൻ ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചർ വരെ എന്തിന് ആക്റ്റീവ് ആയിരിക്കാൻ കഴിയുള്ളൂ? ഈസ്റ്റിന്. നമ്മളിപ്പം എന്തെങ്കിലും ഇപ്പം വീട്ടിലിപ്പം പിസ്സ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിസ്സ ഡോ ഉണ്ടാക്കുമ്പോ തന്നെ എങ്ങനെയായിരിക്കും? നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്യും. അപ്പം ഈസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ആദ്യം ഒന്ന് ഹോട്ട് വാട്ടറിൽ കുറച്ചു നേരം ഇട്ട് വെച്ചിട്ടാണ് ഈ ഡോ ഒഴിക്കുക. അപ്പം നല്ല ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാല് അപ്പൊ തന്നെ നല്ല ഹോട്ട് വാട്ടർ ആണെങ്കിൽ അതിനൊരു സെർട്ടൻ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം നല്ല ഹോട്ട് വാട്ടറിലാണെങ്കിൽ ആ ഈസ്റ്റ് അവിടെ പ്രവർത്തിക്കൂല. ഉണ്ടാക്കണവർക്ക് അറിയാം അത് പ്രവർത്തിക്കൂല. കാരണം ആ ചൂട് കൂടി കഴിഞ്ഞാല് അതെന്താവും? അതിന്റെ സെൽസ് നശിച്ചു പോവും. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്?
നല്ല ഹോട്ട് കണ്ടീഷനിലല്ലേ ബ്രെഡ് ഉണ്ടാക്കി വരുന്നത്. അപ്പം അത്രയും ഹോട്ടിലൊന്നും സർവൈവ് ചെയ്യാനൊന്നും ഈസ്റ്റിന് കഴിയില്ല. അതിനൊരു സെർട്ടൈൻ ടൈപ്പ് ഓഫ് ഒരു സെർട്ടൈൻ ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിൽ ആണ് അതിന് ആക്റ്റീവ് ആവാൻ കഴിയുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഓക്കെ. ഈ അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ കുറിച്ചൊക്കെ അത് പെൻസിലിൻ കണ്ടുപിടിച്ച ആൾ, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരുമോ? നിങ്ങക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇതിൽ കൊടുത്ത അത്ര തന്നെ ഉള്ളൂ നിങ്ങളെ ടെക്സ്റ്റില്. പിന്നെ ജസ്റ്റ് അതിന്റെ ഒരു സ്ട്രക്ചർ, അതൊന്നും ആവശ്യമില്ല. സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റില്. അതൊന്നും വേണ്ട. ജസ്റ്റ് പെനിസിലിൻ എന്താണ്, പെനിസില്ലിയം നൊട്ടേറ്റം, ആ സയന്റിഫിക് നെയിം അതൊന്ന് പഠിക്കണം. ആ സയന്റിഫിക് നെയിം പഠിക്കണം കേട്ടോ. പെനിസിലിൻ എവിടുന്നാണ് ഒബ്റ്റെയിൻ ചെയ്തത്? ഫ്രം പെനിസില്ലിയം നൊട്ടേറ്റം. അത് ആരാണ് ഡിസ്കവർ ചെയ്തത്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അത്രയും മതി. ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. അതിന്റെ ശാസ്ത്രനാമല്ലേ പെൻസിലിയം നൊട്ടേറ്റം എന്നുള്ളത്? പെനിസില്ലിയം നൊട്ടേറ്റം. ആരോ ചോദിക്കുന്നു നോട്ട്സ് തരില്ലേ? നോട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, ഞാൻ സെപ്പറേറ്റ് ഇനി വേറെ നോട്ട്സ് ഒന്നും തരൂല. ഞാൻ ഈ പവർ പോയിന്റ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇത് തന്നെ പഠിച്ചാൽ മതി. വേറെ നോട്ട്സ് ആയിട്ട് ഇനി എഴുതി ഉണ്ടാക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് എഴുതാനുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും പിന്നെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ, ഇത് പോരെ? ഓക്കെ, ഈ പവർ പോയിന്റ് തന്നാൽ മതി. പവർ പോയിന്റ് ഞാൻ ഗ്രൂപ്പിലിടാം. പിന്നെ വേറെ നോട്ടിന്റെ ആവശ്യമില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ നോട്ട്സ്. കുറെയൊക്കെ ഞാൻ ചുരുക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ്. എന്നാലും കുറെയൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തതൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഈ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതിന്റെ വേറൊരു നോട്ടിന്റെ ആവശ്യം ഇല്ലല്ലോ. ഈ പേരുകളൊക്കെ പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ മനപ്പാടാക്കാൻ തന്നെ വേണം അല്ലേ? വേറെ എന്തെങ്കിലും ട്രിക്സ് ഒന്നും ഇല്ലല്ലോ? ട്രിക്സ് നിങ്ങളെ ഒരു ഇതുപോലെ ഇരിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കോഡൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ചിലവർ പഠിക്കുമല്ലോ. അത് നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ വരും. അങ്ങനെ മാം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നോളും. മാം പഠിച്ച എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? ഞാനങ്ങനെ അങ്ങനെ കോഡ് വെച്ചൊന്ന് പഠിക്കണ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒന്നും അല്ല. നമ്മളിങ്ങനെ കുറെ കാണുമ്പോ തന്നെ ഇങ്ങനെ ഡിഗ്രിക്കും പി ജിക്കൊക്കെ പഠിക്കുമ്പോ ഇപ്പൊ നിങ്ങക്ക് ആകെ 2 3 സയന്റിഫിക് നെയിമുകളൊക്കെ ഇതിലുള്ളൂ. പി ജിക്കൊക്കെ പഠിക്കുമ്പോ കുറേ പഠിക്കാണ്ടാവും. അത്രയൊന്നും ഇതിലില്ല. വളരെ സിമ്പിളാണ്. ഞാനിപ്പം പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോ അന്ന് എനിക്കൊന്നും ടഫായിരുന്നു. ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇപ്പൊ ഞാനിപ്പോ കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഈ പ്ലസ് ടുവിന്റെ ടെക്സ്റ്റ് വീണ്ടും കാണുന്നത്. ഇപ്പൊ ഞാനിപ്പോ എടുത്ത് നോക്കുമ്പോ ഇത്ര ഉള്ളു അതിൽ, ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണല്ലോ, ഇതാണോ അന്ന് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നത് എന്നിപ്പോ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് വായിക്കുമ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ടാ തോന്നുന്നത്. അത്രയും കുറച്ചുള്ളൂ, ഇതിൽ കുറച്ച് സയന്റിഫിക് നെയിംസ് ഒക്കെ ഉള്ളൂ. പടം എടുത്ത് ഞാനിപ്പോ 2 സയന്റിഫിക് നെയിമോ 2 3 എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ ആ സയന്റിഫിക് നെയിംസ് ഒന്നും വേണ്ട. ജസ്റ്റ് ഇത് മാത്രം മതി. പെൻസിലിയം നൊട്ടേറ്റം അത് എന്തായാലും നോട്ട് ചെയ്യണം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയന്റിഫിക് നെയിമാണ്. വേറെ മറ്റേ വീറ്റ് റസ്റ്റിന്റെ വക്സീനിയ ഗ്രാമിനിസ് അതൊന്നും വീറ്റ് റസ്റ്റ് തന്നെ മതി. അതിന്റെ സയന്റിഫിക് നെയിമിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ 2 3 പ്രാവശ്യം വായിക്കുമ്പോ തന്നെ ഇങ്ങനെ മനസ്സിൽ വരും. പിന്നെ ഞാൻ കുറെ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തു തന്നെ ഒരു 3 പഠിച്ചാൽ മതിയല്ലേ ശരിക്കും? ബെനിഫിഷ്യൽ ഫംഗിന്റെ ഒക്കെ 3 പഠിച്ചു വെച്ചാൽ മതിയോ അല്ലേ? എങ്ങനെ നിങ്ങളെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതെങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടട്ടെ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇതിൽ ക്ലാസ് എടുക്കണത്. അപ്പം ഞാനിങ്ങനെ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ടേ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത്. ഞാൻ നോക്കിയിട്ടില്ല അത്. മാമിന്റെ പേരെന്താ? എന്റെ പേര് ഫെമിന ഷെറി. ഇയാളെ പേരെന്താ? മുഹമ്മദ്. എവിടെയാണ് വീട്? എവിടെ? ഞാന് തിരൂരാ. തിരൂര്. ഇങ്ങനെ ഈ 10th കഴിഞ്ഞ് നേരെ ഇതിലോട്ട് ചേർന്നതാ അത് ബ്രേക്ക് വന്നിട്ട് ചേർന്നതാ? ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചേർന്നതാണ്. പിന്നെ പിന്നെ അങ്ങനെ ചേർന്നല്ലേ? വർക്ക് ചെയ്യണ്ടോ? അതെ. ഓക്കെ. ഇന്നെടുത്തൊക്കെ അപ്പൊ ക്ലിയർ അല്ലേ? ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത്, എന്നാലും ഓക്കെ, ക്ലിയർ ആണ്. ഇനി പിന്നെ മാം ഇത് ഇട്ടാ മതി. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് ഫസ്റ്റ് ആയിട്ടാണോ? അതെ, ഞാൻ ടൈം അറിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടില്ല. ഉണ്ടില്ല.
ഞാൻ ആ ഇപ്പോഴാണ് ക്ലാസ് നടക്കുന്നുണ്ട് എന്ന് 8:15 അറിയുന്നത്. അങ്ങനെ വന്ന് കയറിയ ദിവസം ജസ്റ്റ് ഉണ്ടായിരുന്നു. ആ ആ ഇപ്പൊ 2 ക്ലാസ് എടുത്തിട്ടുള്ളൂ. അത് അതെ. ഫസ്റ്റ് ക്ലാസ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. പിന്നെ അതിന്റെ മുന്നേ ഇതിന്റെ ഒരു ഫസ്റ്റ് അതിന് ഞാൻ PPT ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഉം. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ അതൊന്ന് ആ വായിച്ചു നോക്കിയാൽ മതി. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ഉം. ചോദിക്കാം. പിന്നെ ഇത് 2ാമത്തെ ക്ലാസ് ആണ്. അത്രേ എടുത്തിട്ടുള്ളൂ. മാമിന് റെഗുലർ ക്ലാസ് ഉണ്ടോ? റെഗുലർ ക്ലാസ് എന്ന് പറഞ്ഞാല് മീൻസ് ഏതെങ്കിലും സ്കൂളിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്? ഇല്ല. ഞാനിപ്പോ ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്കാണ്. എന്റെ ഫസ്റ്റ് സ്റ്റുഡൻസ് നിങ്ങളാണ്. ഭാഗ്യവാന്മാരാ ഞങ്ങൾ. ഉം. അല്ല മാം കഴിഞ്ഞത് എന്തായിരുന്നു? BSc കഴിഞ്ഞതാ? ഞാൻ MSc കംപ്ലീറ്റ് അല്ലേ? കംപ്ലീറ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു ബ്രേക്ക് വന്ന് ഒരു 2 years കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ വീണ്ടും ഒന്ന് നോക്കണുള്ളൂ. ഉം. ആയിക്കോട്ടെ. അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ശാലം. അടുത്ത ക്ലാസ് ബുധനാഴ്ചയാണ് കേട്ടോ. ബുധനാഴ്ച 7:30. ഇനി ആ, എങ്ങനെ കണ്ടില്ലെന്ന് പറയരുത്. 7:30 ക്ലാസ് ഉണ്ടാവും ബുധനാഴ്ച. ഓക്കെ ഓക്കെ. എങ്ങനെ ഇന്റർമീഡിയറ്റ് ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇങ്ങനെയാണോ അല്ലേ? ചൊവ്വല്ലേ? എന്റെ ക്ലാസ് വരുന്നത് എനിക്ക് വരുന്നത് തിങ്കളും ബുധനുമാണ്. ആ അങ്ങനെ. ഓക്കെ ഓക്കെ. തിങ്കളും ബുധനും. ഇനി അടുത്ത ക്ലാസ് ബുധനാഴ്ച ആയിരിക്കും 7:30. ഞാൻ ഇതിന്റെ PPT ഏതായാലും ഇടുന്നു കേട്ടോ. ഞാൻ ഷെയർ ചെയ്യാം. ശാലം. മറ്റേത് മുന്നത്തത് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പേഴ്സണൽ ഉം. ആയിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ PPT എനിക്ക് കിട്ടിയില്ല. ഞാൻ ചോദിക്കാം. ചോദിച്ചോളാം. ആ ഞാൻ ആ ഗ്രൂപ്പിൽ പരതേണ്ടി വരും. അത് കിട്ടിയില്ല. ആരോടെങ്കിലും ഒന്നും കൂടെ ഒന്ന് ഫോർവേഡ് ഷെയർ ചെയ്യാം. ചെയ്യാം കേട്ടോ. അപ്പം ഓക്കെ ഓക്കെ. ഓക്കെ എന്നാ ശരി. താങ്ക് അടുത്ത ക്ലാസ്സിലാണ്. ബൈ. യു.